ശരിക്കും ഫെസ്റ്റിവൽ സോങ്സിൽ ഞാൻ എപ്പോഴും ആസ്വദിക്കാറുള്ള, അതായത് ബാത്റൂം സിംഗർ എന്നുള്ള രീതിയിൽ എപ്പോഴും ആസ്വദിക്കാറുള്ള ഒരു പാട്ടാണ് തെച്ചിപ്പൂവ്. അതിൻ്റെ തുടക്കമുണ്ട് ഇങ്ങനെ, അതിങ്ങനെ തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി. യേശുദാസ് സാറിൻ്റെ ഹൈ എനർജിയാണ്. അതെ. അപ്പോൾ ഇത് ഓരോ പ്രാവശ്യവും സാറ് പാടുമ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ പാടാൻ ശ്രമിക്കില്ലേ, എന്തൊരു എനർജിയാണ് സാർ. എനിക്ക് തോന്നുന്നു വർത്താനം പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് തെച്ചിപ്പൂവെന്ന് പാടിയിട്ട് നമുക്ക് തുടങ്ങാം. തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി, തെച്ചിപ്പൂവേ തെങ്കാശിപ്പൂവേ മച്ചാനെ പാറുങ്കടി, വായോ വായോ നീ എൻ മാറിൽ ചായോ, മഞ്ഞൾ പൂത്താലി തരാ നിന്റെ മാറനായി കൂടെ വരാ, പൊന്നും മിന്നും പൂണാരും വേണ്ട പൊള്ളാച്ചിത്തേ വരല്ലേ, വായോ വായോ നീ എൻ മാറിൽ ചായോ, മാർഗഴി മാസമല്ലേ മാട്ട് പൊങ്കലൻ നെഞ്ചിലല്ലേ. ഈ തെച്ചിപ്പൂവ് തുടങ്ങുന്നത് പോലെ തന്നെ പൊന്നും മിന്നും പൂണാരവും വേണ്ട പൊള്ളാച്ചി തേവരല്ലേ എന്ന് ചേച്ചി പാടുന്നത്, ചിത്ര ചേച്ചി പാടുന്നത് നമ്മളിങ്ങനെ കേൾക്കാൻ വേണ്ടി കാത്തിരിക്കും. അതിനകത്തൊരു സോഫ്റ്റ്നെസ് ഉണ്ട്, പക്ഷെ പവർ ഒട്ടും കുറഞ്ഞിട്ടുമില്ല. ശരിക്കും ഇതിൻ്റെ റെക്കോർഡിങ്ങിൽ യേശുദാസ് സാറ് ഒപ്പം ഉണ്ടായിരുന്നു. സാറാണ് ഇതിൻ്റെ പല പോർഷൻസിലും ഇങ്ങനെ ലീഡ് ചെയ്ത് നിന്നതെന്ന് ഒരു കാര്യം പറഞ്ഞു കേട്ടിട്ടുണ്ട്. കേട്ടപ്പോ തന്നെ ഇത് വളരെ ഇഷ്ടപ്പെട്ടു. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് അത്യാവശ്യം നല്ല പഞ്ചുണ്ട്, എന്നാൽ അതിൻ്റെ അകത്തൊരു രാഗമയമുണ്ട്, ഒരു മെലഡി ഉണ്ട്. വെറുതെ ഇങ്ങനെ പഞ്ചുണ്ടാക്കാൻ വേണ്ടി എന്തെങ്കിലും കാണിച്ചു കൂട്ടിയേക്കണ ഒരു ടൈപ്പ് അല്ല എന്ന് ഞങ്ങൾക്ക് അപ്പം തന്നെ പറഞ്ഞു. ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അല്ല, റാപ്പ് മ്യൂസിക്കിന്റെ ഒരു സ്റ്റൈലല്ല ഇത്. ഇതിൻ്റെ അകത്ത് സംഭവം ഉണ്ട്. ഇത് ആ പുള്ളിക്ക് കേട്ടപ്പോൾ തന്നെ, ഒരു പ്രാവശ്യം കേട്ടപ്പോൾ തന്നെ ഇതിന്റെ പിടുത്തം കിട്ടി. ഇത് ദാസിയേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് പകരം ആ ചെയറിൽ ഇരുന്നിട്ട് ചിത്രയെ കൊണ്ട് പാടിക്കാനുള്ള ഒരു സംഭവം ഉണ്ട്. അതെങ്ങനെയാ? എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തലേ ദിവസം അതിന്റെ ഓർക്കസ്ട്ര എടുത്തു, 2 പാട്ടിന്റെ ഓർക്കസ്ട്ര എടുത്തു. ഓർക്കസ്ട്ര എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും പിറ്റേ ദിവസം എൻ്റെ തന്നെ സുഹൃത്ത് ബൽറാം, ഇന്ന് ഇന്ത്യയിലെ നമ്പർ 1 റെക്കോർഡിസ്റ്റ് ബോംബെയിലുള്ള ആൾ, അദ്ദേഹമാണ് ഇവിടെ മദ്രാസിൽ റെക്കോർഡ് ചെയ്തത്. ആദ്യത്തെ കമ്പ്യൂട്ടറൈസ്ഡ് റെക്കോർഡിംഗ് ആണ്, സ്റ്റുഡിയോയാണ്, BGP എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ അകത്താണ് റെക്കോർഡ് ചെയ്തത്. പറഞ്ഞ് നാളെ 9 മണി തുടങ്ങി ഞങ്ങൾക്ക് വേറെ റെക്കോർഡിംഗ് ഉണ്ട്, അപ്പോൾ അന്ന് നിങ്ങൾക്ക് ദാസിയേട്ടനെ കൊണ്ടോ ചിത്രനെ കൊണ്ടോ പാടിക്കണമെങ്കിൽ വെളുപ്പിന് പോലും വന്നാലേ പാടിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ 2 ദിവസത്തേക്ക് ഞങ്ങൾക്ക് സ്റ്റുഡിയോ ഇല്ലെന്ന് പറയും. ഞാൻ പറഞ്ഞു അവരോട് പറയാം, അവർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ദാസിയേട്ടനോട് പറഞ്ഞ്, ദാസിയേട്ട 9 മണി കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇല്ല, 7 മണിക്ക് ചിത്രയോട് വരാൻ പറയാം, 8 മണിക്ക് ദാസിയേട്ടൻ വന്നാൽ മതി. ഞാൻ എത്ര മണിക്ക് വേണമെങ്കിലും വരാം എന്ന് പറഞ്ഞു. അപ്പം ശരി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫിക്സ് ചെയ്ത് 7 മണിക്ക് ചിത്ര വന്നു. ചിത്ര വന്ന് പാട്ടെല്ലാം പഠിച്ച് പതുക്കെ ഇങ്ങനെ പാടി തുടങ്ങിയപ്പോഴത്തേക്കും ദാസിയേട്ടൻ എന്ത് ചെയ്ത്, ചിത്ര പാടണമെന്ന് കേൾക്കാം എന്ന് എഴുതിയിട്ട് 1/2 മണിക്കൂർ നേരത്തെ വന്നു. ചിത്ര പാടി തെച്ചിപ്പോയി ആ പൊന്നും മിന്നും ഒക്കെ തുടങ്ങിയപ്പോഴത്തേക്കും ദാസിയേട്ടൻ വന്ന് മുമ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ചിത്ര പറഞ്ഞ് എനിക്ക് പാടാൻ പറ്റണില്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ തൊട്ടടുത്ത് നിന്ന് ഗാനങ്ങളൊക്കെ ഇഷ്ടം പോലെ പാടിയുണ്ട്, പക്ഷേ ഈ ഒരു അവസരം ദാസിയുടെ മ്യൂസിക് ഡയറക്ടറുടെ മുമ്പിലേക്കാണ്, ആ കസേരയിൽ ഇങ്ങനെ നോക്കിയിട്ട് ഞാൻ തൊട്ട് മുമ്പിൽ തന്നെ നിന്നിട്ട് റെക്കോർഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊരു വിറവലുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് അവ പറഞ്ഞ് ഞങ്ങൾ പുറകിലേക്കാണ്, ദാസിയുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞ്, ഞാൻ ഇവിടെ ഇങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വിരോധം ഉണ്ടാ, ഞാൻ ഈ പാട്ട് പഠിച്ചു കഴിഞ്ഞ് ഈ ഓർഡർ നിങ്ങൾ കയറി വന്നപ്പോൾ തന്നെ, അതാണ് കമ്പ്യൂട്ടർ ബ്രെയിൻ എന്ന് പറഞ്ഞാൽ, കയറി വന്നപ്പോൾ തന്നെ ഈ പാട്ട് എനിക്ക് മനസ്സിലായി, എനിക്ക് വേണം ഇവിടെ പഠിപ്പിക്കാം, ഞാൻ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് വിരോധം ഉണ്ടാകുന്ന ചോദിച്ചപ്പോൾ ഒരു വിരോധമില്ല, സന്തോഷമുള്ളൂ, കുറച്ച് നേരത്തേക്ക് റെസ്റ്റ് എടുക്കാം, കേട്ടിരിക്കാം എന്ന് പറഞ്ഞു. പിന്നെ ദാസിയേട്ടൻ അങ്ങോട്ട് പഠിപ്പിക്കാൻ തുടങ്ങി. പഠിപ്പിക്കുക ഇടയ്ക്ക് ചോദിക്കും ട്യൂണിൽ വല്ല വ്യത്യാസം ഉണ്ട്, ഒരു വ്യത്യാസമില്ല, പെർഫെക്റ്റ് ആണ് എന്ന് പറഞ്ഞു. അങ്ങനെ ദാസിയേട്ടനാണ് ഈ പാട്ട് ചിത്രയെ കൊണ്ട് പഠിപ്പിച്ചത്. ചിത്ര ടകളൊക്കെ എന്ന് പഠിച്ച് അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ദാസിയേട്ടൻ പറഞ്ഞ്, ഇനിയിപ്പോൾ എനിക്ക് ഇനി പഠിക്കാനൊന്നും ഇല്ല, കറക്റ്റ് അല്ലേ ഞാൻ പറഞ്ഞത്, അന്നപ്പോൾ ഞാൻ പാടിക്കോട്ടെ എന്ന് പറഞ്ഞു. ആ ദാസിയേട്ടൻ പാടിക്കൊന്നുണ്ട്. പക്ഷേ ദാസിയേട്ടൻ ഈ രാഗം പാടി ചാരുകേശും സരസാംഗയും കൂടി മിക്സ് ചെയ്താണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ചാരുകേശിലെ ഒരു ഫേമസ് സോങ് അകലെ അകലെ നീലാകാശം, അങ്ങനെ അതൊരു മെലഡി, അപാര മെലഡി. ദാസിയേട്ടൻ അർജുനൻ മാഷിന് വേണ്ടി പാടിയ വേറൊരു പാട്ട് മാനത്തിൻ മുറ്റത്ത്, അത് സരസാംഗി. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താണ് ഇതിൽ കിടക്കണത്. അതിന്റെ ഒരു എന്തുകൊണ്ട് അങ്ങനെ മിക്സ് ചെയ്യുന്നതിന് വേറൊരു ചരിത്രമുണ്ട്. അങ്ങനെ ഇത് രണ്ടും കൂടി ഉള്ളതിൻ്റെ ഒരു മെലഡിയാണ് മനസ്സിൽ മുഴുവൻ. ഈ രാഗത്തിൻ്റെതായിട്ടുള്ള മെലഡി മനസ്സിൽ ഇങ്ങനെ നിന്നിട്ട് കുറച്ച് മെലഡിയസ് ആയിട്ട് പാടാൻ ശ്രമിച്ച്, ഇത്രയും ടച്ച് അതൊന്നും ഇല്ലാണ്ട് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഈ മെലഡി ഇത്തിരി കൂട്ടിക്കൊണ്ട് പാടാൻ ശ്രമിച്ചു. അപ്പൊ ചേട്ടൻ പറഞ്ഞ്, ദാസിയേട്ടാ ഈ പാട്ടിന്റെ മെലഡി കമ്പോസിങ്ങിലുള്ള മെലഡി മാത്രം മതി, ഇതൊരു അടിപൊളി പാട്ടായിട്ട് അങ്ങോട്ട് ട്രീറ്റ് ചെയ്യണം എന്ന് പറയും. ദാസിയേട്ടൻ ഇപ്പൊ ഒരു അടിപൊളി പാട്ട് കേൾക്കാൻ വേണ്ടി ആൾക്കാർ കൊതിച്ചിരിക്കുകയെന്ന് പറയും. അങ്ങനെയാണോ, എന്നാ പിടിച്ചോ എന്നും പറഞ്ഞിട്ട് ഒരു മുമ്പിലത്തെ ഒരു കസേര, സ്റ്റീൽ കസേര എടുത്ത് മുമ്പിലൊക്കെ പിടിച്ചിട്ടിട്ട് മുണ്ടെല്ലാം മടക്കി കുത്തി എന്നിട്ട് ഒരു ചവിട്ടിയങ്ങൾ എന്നിട്ട് ഒരു പാട്ടാണ്. പിന്നെ ഒന്നും പറയേണ്ടി വന്നില്ല, ഒറ്റയടിക്ക് അങ്ങോട്ട് പാടി തീർത്ത്.
എന്നാൽ പിടുത്തോന്നു പല്ലവി കഴിഞ്ഞ് അപ്പം തന്നെ ബീജ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ 2 ചരണവും പാടി അങ്ങോട്ട് തീർത്ത് ഒരു 10-15 മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു. പരിപാടി കഴിഞ്ഞിട്ട് പറഞ്ഞു ഇത് വർത്താനം മൂത്ത പാട്ടാകുന്ന ടൈപ്പ് പാട്ടല്ല കേട്ടോ, ഇതിൻ്റെ ഉള്ളിൽ സംഭവമുണ്ട്, കാര്യം അടിപൊളിയാണ്, ഡാൻസ് ആണെന്നൊക്കെ പറഞ്ഞായിരുന്നു പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു ഇതൊന്ന് ഞാൻ റെക്കോർഡ് ചെയ്ത് കൊടുത്തോട്ടെ, എനിക്ക് അടുത്ത ഗാനങ്ങൾക്ക് ഇത് പാടണമെന്നൊരു ആഗ്രഹം എന്ന് പറഞ്ഞു. ആ റെക്കോർഡ് ചെയ്ത് എടുത്തു ആ ചേട്ടൻ ചെറിയ മൈക്രോ കാസറ്റിൽ റെക്കോർഡ് ചെയ്തെടുത്ത് അദ്ദേഹം പാടിയിട്ട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു ഞാൻ പാടിയിട്ടാ ആ പാട്ട് പാടി എന്ന് പറഞ്ഞ് അത്ര ഇഷ്ടപ്പെട്ടു പോയി. ഇത് ഈ 2 രാഗം വരാനുള്ളൊരു കാരണമുണ്ട്. ഞങ്ങൾക്ക് വർക്കൊന്നും ഇല്ലാത്ത സമയത്ത് അപ്പം എനിക്ക് KSRTC ചേട്ടന് KSRTC ജോലിയുണ്ട്, എനിക്ക് KSFയിൽ ജോലിയുണ്ട്. പക്ഷേ ലീവ് എടുത്തിങ്ങനെ ഇരിക്കുകയാണ് സിനിമയുടെ സംഗീതത്തിന് വേണ്ടി. അപ്പോൾ ചില ദിവസങ്ങളിൽ ചിലപ്പോൾ വർക്കൊന്നും ഉണ്ടാവില്ല. അപ്പം ഞങ്ങൾ രണ്ടും കൂടി പ്ലാൻ ചെയ്യും, നമുക്കൊരു പാട്ട് വെറുതെ അങ്ങ് ഉണ്ടാക്കാന്ന് പറയും. അതിന് പ്രത്യേകിച്ച് സിറ്റുവേഷൻ ഒന്നും ഇല്ല. അപ്പം നമുക്ക് എന്തോ സിറ്റുവേഷൻ തോന്നുന്നു അതങ്ങ് ഉണ്ടാക്കാം. അപ്പോൾ ഒരു ദിവസം ചേട്ടൻ പറഞ്ഞ് നമുക്കൊരു അടിപൊളി ഉണ്ടാക്കാം, എപ്പോഴും മെലഡി അല്ലേ, ഒരു അടിപൊളി ഉണ്ടാക്കാന്ന് പറഞ്ഞു. അപ്പോൾ അടിപൊളിക്ക് പ്രത്യേകിച്ച് രാഗമൊന്നും ഇല്ലാണ്ട് ഉണ്ടാക്കിയാലും അടിപൊളിയാണ് ആൾക്കാരുടെ ഇടയിൽ. ഞാൻ പറഞ്ഞു നമുക്ക് അടിപൊളി എന്ന് പറഞ്ഞാൽ ഇപ്പം കേൾക്കുന്ന ടൈപ്പ് അടിപൊളിയൊന്നും വേണ്ട, നമുക്കൊരു രാഗം പിടിക്കാം, രാഗം രാഗം പിടിക്കാം, മെലഡി ചെയ്യാവുന്ന രാഗം പിടിക്കാം. അപ്പോൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ചാരുകേശും സരസാംഗിയും കൂടി മിക്സ് ചെയ്ത് നമുക്ക്. അപ്പോൾ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ ഞാനും താഴ്ത്തുനിന്നിങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ചേട്ടനാ പറഞ്ഞു അങ്ങനെ വേണ്ട, മോളിൽ നിന്ന് പിടിക്കും. അങ്ങനെയാണ്. അപ്പോൾ ഈ രഥോത്സവത്തിലാണ് ഇത് ഉണ്ടാക്കിയെങ്കിലും രഥോത്സവത്തിൻ്റെതായിട്ടുള്ള യാതൊരു മൈൻഡും നമ്മുടെ കയ്യിലില്ല. വെറുതെ ഒരു പാട്ട്, അടിപൊളി പാട്ട് ഉണ്ടാക്കി ആ കൊള്ളാം മാറ്റി ഇങ്ങനെ വെച്ച് ഇത് റെക്കോർഡ് ചെയ്ത് പോലും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ മെലഡി മനസ്സിൽ കയറുമല്ല എൻ്റെ അടിപൊളിയാണെങ്കിലും. അത് കഴിഞ്ഞപ്പോഴത്തേക്കാണ് രഥോത്സവത്തിന്റെ പാട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അനിൽ ബാബുവും പ്രൊഡ്യൂസർ വിജയ മൂവീസിന്റെ പ്രൊഡ്യൂസർമാരും അതേപോലെ എൻ്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എല്ലാം കൂടി ഞങ്ങൾ വന്ന് ചേതന സ്റ്റുഡിയോയിൽ വന്ന് സംസാരിച്ചു. അപ്പോൾ തമിഴ് കൾച്ചറാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ മനസ്സിലാ ഈ ഒരു പാട്ടൊന്ന് കേൾപ്പിച്ചു കൊടുക്കാം, അങ്ങനെ തമിഴ് കൾച്ചറിന് പറ്റിയതാണ്. അങ്ങനെ കേൾപ്പിച്ചപ്പോൾ തന്നെ അവർക്ക് വേറൊരു സാറിന് 2-3 പാറ്റേൺസ് കേൾപ്പിച്ചു കൊടുക്കും. ഈ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അതിന് പറ്റിയ ഒരു 3-4 അല്ല 3 പാറ്റേൺ മിനിമം എങ്കിലും കേൾപ്പിച്ചു കൊടുക്കും. അത് അതിൽ നിന്ന് സെലക്ട് ചെയ്യും. ഇത് കേൾപ്പിച്ചപ്പോൾ തന്നെ പറഞ്ഞു ഞങ്ങൾക്ക് ഇനി ഒന്നും കേൾക്കണ്ട, ഇത് പക്കയാണ്, ഇത് മതി. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി അടുത്തുണ്ട്, പുള്ളിക്ക് പിന്നെ ഇത് കേൾക്കേണ്ടത് അവസ്ഥ തെച്ചിപ്പ് അപ്പം തന്നെ വരുമല്ലോ. അതിലും വലിയൊരു മെഷീനാണ് പുള്ളി. അതിന് ഒരു കറക്ഷൻ ചെയ്യേണ്ടി വരില്ല. എന്നാൽ മ്യൂസിക് അതിൻ്റെ അത്ര അധികം ഉള്ളിലുണ്ട്, പദസ്വാധീനം അത്ര ഉണ്ട്. പിന്നെ സിനിമയുടെ എല്ലാ കാര്യങ്ങളും പുള്ളിക്ക് അറിയാം. ഏത് ക്യാമറയിൽ ആംഗിൾ വരും നോക്കിയിട്ട് അതുവരെ പുള്ളി എഴുതി വെക്കും. അതനുസരിച്ച് അത് വെച്ചിട്ട് ജനങ്ങളുടെ റെക്കോർഡ് ചെയ്ത് ഷൂട്ട് ചെയ്താൽ മതി. അത്രയും പെർഫെക്റ്റ് ഒരു മാനായിരുന്നു, ജീനിയസ് എന്ന് എൻ്റെ അപ്പുറം വിളിക്കാൻ വേറൊന്നുമില്ല. അദ്ദേഹം ഇപ്പം എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മൾക്ക് പാടിയപ്പോൾ തന്നെ സൂപ്പർ. അപ്പൊ പ്രൊഡ്യൂസർമാരൊക്കെ പറഞ്ഞ് ഇത് തമിഴിലാണെങ്കിൽ കലക്കിയാനെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറയുന്ന പോലെ തമിഴ് കൾച്ചർ പാടാൻ എൻ്റെ പേരിൽ AVMCയിൽ ആണ് മദ്രാസിൽ റെക്കോർഡ് ചെയ്യണത്. അപ്പൊ വേറെ ചില പ്രൊഡ്യൂസർമാരും തമിഴ് ഡയറക്ടർമാരൊക്കെ വന്നത് കേട്ടിട്ട് പറഞ്ഞ് ഇവരെ നമുക്ക് തമിഴിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം, ഇവർക്ക് തമിഴ് കൾച്ചർ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളുടെ കൈയൊക്കെ തന്ന് അടുത്ത പടത്തിൽ കാണാന്നൊക്കെ പറഞ്ഞ് പോയി. പിന്നെ അതിൽ പോയി പിന്നെ വേറൊരു പടം കിട്ടി, പിന്നെ അത് പുറത്തിറങ്ങിയില്ല. അങ്ങനെ നമുക്ക് തമിഴിൽ ഭാഗ്യം ഉണ്ടായില്ല മാത്രമേ ഉള്ളൂ. പക്ഷേ എന്നാൽ തന്നെ ഈ പടം ഇത് അത്രയധികം ഫൈനാൻഷ്യലി വിജയിച്ചില്ല എന്ന് വേണേൽ പറയാം അന്നത്തെ കാലത്ത്. ഇപ്പം പിന്നീട് വിജയിച്ചിട്ടുണ്ടാവായിരിക്കാം. പക്ഷേ പാട്ട് സൂപ്പർ ഹിറ്റായി ഇത്ര നാളായിട്ട്. അതിപ്പോഴും നമ്മൾ ആവർത്തിച്ച് കേട്ടോണ്ടിരിക്കുന്ന പാട്ടുകൾ. അതെ അതെ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനുപയോഗിച്ച രാഗം, പക്ഷേ നമ്മൾ കൊടുത്ത ട്രീറ്റ്മെന്റ്, രാഗം എന്ന് പറഞ്ഞാൽ നമ്മൾ അകലെ അകലെ പോലെ തന്നെ ഓർമ്മ ഉണ്ടാക്കിയിരുന്നെങ്കിൽ പറയും ഇത് അകലെ അകലെ പോലെ ഇരിപ്പുണ്ട്, അതിന് നമുക്ക് പുതിയ ഒറിജിനൽ സാധനം വേറെ ഉണ്ട്, പിന്നെ ഡ്യൂപ്ലിക്കേറ്റിന്റെ ആവശ്യമില്ല എന്ന് പറയും. പക്ഷേ അകലെ അകലയുടെ മാനത്തെ മുറ്റത്തിന്റെ രാഗം എടുത്തിട്ട് നമ്മളൊരു അടിപൊളി ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ അകത്ത് അത് മാത്രമല്ല എല്ലാം താഴ്ത്തുന്ന മുകളിലേക്ക് പോകുന്ന ആ പാറ്റേൺ വിട്ടിട്ട് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്ന എല്ലാത്തിനും ഡിഫറൻസ്. സിനിമയിൽ അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. ഒരെണ്ണത്തിൽ നിന്ന് വളരെ വ്യത്യാസപ്പെട്ട് വേണം അടുത്ത ചെയ്യാൻ. അത് വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ്. നല്ല റിസർച്ച് മൈൻഡ് ഉണ്ടെങ്കിലേ സിനിമയിൽ പിടിച്ചേക്കാൻ പറ്റുള്ളൂ. അത് ചെയ്ത് തന്നെ പിന്നെ ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ നമ്മൾ ഔട്ടായിക്കളെ. ഗിരീഷ് ചേട്ടനെ കുറിച്ച് ഒരുപാട് പറയാനുണ്ട്. അതിന് മുമ്പ് പൂനിലാമഴയില്ലേ, അത് സാറ് വായിക്കുന്നത് കേൾക്കാൻ എനിക്കിഷ്ടമാണ്. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാം. ഭയങ്കര രസമായിട്ട് അതിൻ്റെ ഒരു താളം പോകുന്നത്. ആവണി പൊന്നൂഞ്ഞാലിലും ആ താളം കിടപ്പുണ്ട്. പക്ഷെ ഈ പൂനിലാമഴ കേൾക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ കൂടെ ഇങ്ങനെ പൂനിലാമഴ സാറൊന്ന് വായിക്കുമോ? അത് ഞങ്ങൾക്ക് ഏത് സിനിമ ചെയ്യുമ്പോഴും അതിൻ്റെ കൂടെ നമ്മൾ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്ന് നമുക്ക് ചിലപ്പോൾ പലപ്പോഴും തോന്നിപ്പോകും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പൂനിലാമഴയുടെ റെക്കോർഡിങ് സമയത്ത് അവിടെ വേറെ എന്തോ 2-3 ഹെവി പടങ്ങൾ ചെയ്യണതിൻ്റെ പേരിൽ റിതം ബോക്സ് പ്ലേയേഴ്സ്, അന്ന് റിതം ബോക്സ് പ്ലേ ചെയ്യാൻ ഒരാൾ, കീബോർഡ് വായിക്കാൻ വേറെ ആൾ, അങ്ങനെ രണ്ടും കൂടി ഒരുമിച്ച് ഉള്ള ടൈപ്പ് പിന്നീട് വന്നത്. അപ്പോൾ റിതം ബോക്സ് പ്ലെയർ ആരുമില്ല. ഒരു ഉച്ച വരെയൊക്കെ നോക്കിയിട്ട് ആരെയും കിട്ടിയില്ല. അവസാനം നമ്മുടെ അറേഞ്ചർ, ഒരു തമിഴ് അറേഞ്ചർ ആയിരുന്നു, അയാൾ പറഞ്ഞ് ഒരു ഡോലക് പ്ലെയർ ഉണ്ട്,
അയാള് കുറച്ചൊക്കെ റിതം ബോക്സൊക്കെ വായിക്കാറുണ്ട്. അയാളെ വിളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞു. നിവൃത്തിയില്ല, വിളിച്ചിട്ട് പോകുമെന്ന് പറഞ്ഞു. അയാൾ എന്നിട്ട് നമ്മൾ കേൾപ്പിച്ചു കൊടുത്തപ്പോൾ അയാൾ എന്ത് ഓരോ ലൈനും ഓരോ ടൈപ്പ് പാറ്റേണൊക്കെ ഇട്ട് ഭയങ്കര കോംപ്ലിക്കേഷൻ ആക്കി. അപ്പൊ സുനിലാണല്ലോ ഡയറക്ടർ. സുനിലും കേട്ട് ഞങ്ങൾ കേട്ടിട്ട് ഞങ്ങൾക്ക് ഒന്നും പിടിക്കണില്ല, തലയിൽ നല്ലൊരു താളം കിട്ടണില്ല. അങ്ങനെ അപ്പോൾ ഏതൊരു ബീജത്തിന്റെ ഒരു കോണില് ജും ചക്കും 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 ജും ചക്കും ചക്കും ജും സുനിലിന് അപ്പം തന്നെ ഇഷ്ടപ്പെട്ടു. ഈ താളം കൊള്ളാം. അപ്പൊ കമ്പ്യൂട്ടറിലെല്ലാം കീബോർഡിലാണ്. ഇതങ്ങോട്ട് നിരത്തിക്കോന്ന് പറഞ്ഞു. ഇതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങളും പറഞ്ഞു അത് കറക്റ്റ്. അങ്ങനെയാണ് ഇന്ത്യൻ സിനിമയിൽ തന്നെ വളരെ റയറായിരിക്കും ഒറ്റ താളം. എങ്ങനെയൊക്കെ മ്യൂസിക്കൊക്കെ പോയാലും ഈ ഒരു താളം മാത്രം ജിം. അപ്പൊ കുറച്ചു നേരം കൊണ്ട് ആൾക്കാർ ആ താളത്തിലായി. ജിം ചക്കും ചക്ക്. അത് ശരിക്കും നമുക്ക് അങ്ങനെ നേരത്തെ ഉദ്ദേശിച്ചതല്ല, ഒരു ദൈവാനുഗ്രഹം കൊണ്ട് അങ്ങനെ വന്നതാണ്. ഇപ്പോഴും ആ പാട്ടിന്റെ താളം കേൾക്കുമ്പോ ഇത് പൂനിലാമയുടെ താളം എന്ന് പറയും. അത് കറുത്തവെണ്ണയ്ക്കുണ്ട് അങ്ങനെ ഒരു ഇൻസിഡന്റ്. ഓക്കെ, ഇതാണ് കറുത്തവെണ്ണ. കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ അല്ലേ? ആ പാട്ടിന്റെ കൂടെ ഇങ്ങനെ നിൽക്കും ജിം ട ജിം ജിം ട ജി ട ജിം. കുറെ തബലകളും ഡോലിയും ഡോൾക്കിയും അങ്ങനെ എല്ലാ വാദ്യവും തബലയുടെ ഐറ്റംസ് ഫാമിലി എല്ലാം കൂടി ഇങ്ങനെ ഒറ്റയൊക്കെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭയങ്കര പഞ്ചല്. ഇങ്ങനെയൊന്നും ആയിരുന്നില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ഒരു പടമല്ലേ. ഇതിൻ്റെ അകത്ത് താളം കൊണ്ടൊരു പെരുമഴ ഉണ്ടാക്കണമെന്നൊക്കെ വിചാരിച്ച് കുറെ കറുത്ത പെണ്ണേന്ന് രണ്ടുപേരിക്കും ഒരു താളം, അത് കഴിയുമ്പോൾ തുടിച്ചു തുള്ളും അടുത്ത താളം, പിന്നെ ഓരോ ബീജിക്ക് അടുത്ത താളം, ഇങ്ങനെ കുറെ താളമൊക്കെ തല ഉസിർന്ന് കമ്പോസ് ചെയ്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നമുക്ക് അറിയാവുന്ന താളങ്ങളെല്ലാം വെച്ച് ഇങ്ങനെ എഴുതിയൊക്കെ വെച്ച്, എന്നിട്ട് റിക്കി എന്ന് പറഞ്ഞ ഒരു മഹാനായ റിതം ബോക്സ് പ്ലെയർ ഉണ്ട്. അയാൾക്ക് ഇത് കൊടുത്ത് അയാളെല്ലാതും ഇരുന്ന് എഴുതിയിരുന്നിട്ട് എന്നിട്ട് അയാളെല്ലാം ഉച്ച വരെ 1 മണി വരെ ഇരുന്ന് സംഭവമൊക്കെ റെഡിയാക്കി റെഡി സാർ ടേക്ക് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ ടേക്ക് ചെയ്യാൻ റെഡി ആയിട്ട് ഇരുന്നപ്പോഴത്തേക്കും പെട്ടെന്ന് കറണ്ട് പോയി. കറണ്ട് പോയപ്പോൾ അന്ന് ഇങ്ങനെ സേവ് ചെയ്യാനുള്ള അദ്ദേഹം മറന്നുപോയതാണോ അല്ലെങ്കിൽ അതിനുള്ള മെക്കാനിസം ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയില്ല. അത് പോയി സാർ. ഇനിയിപ്പോൾ രണ്ടാമത് ഞാനെല്ലാം ചെയ്തുകൊണ്ട് വരും, ഒരു 2 മണിക്കൂർ തന്നെ ഒന്ന് പറഞ്ഞു. അപ്പോൾ അതിനുള്ള സമയമില്ല. അപ്പോൾ ശ്രീകുട്ടനുണ്ടല്ലോ, ശ്രീകുട്ടൻ നമ്മുടെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ശ്രീകുട്ടൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഏതെങ്കിലും ഒരു പാറ്റേൺ മാത്രം എടുത്തിട്ട് തബലക്കാർക്ക് പറഞ്ഞിട്ട് തബലക്കാരെ കൊണ്ട് തൽക്കാലം വായിപ്പിക്കാം ജിം. അത് അങ്ങനെ ഒരു 3-4 പാറ്റേൺ കൊടുത്തപ്പോഴത്തേക്ക് അതിൻ്റെ അകത്ത് ഇഷ്ടപ്പെട്ടത് ഇതാണ് ജിൻ ട ജിൻ ചിട്ട ജിട്ട. അത് നിങ്ങൾ എല്ലാവരും കൂടി വായിച്ചു. ഒരു പറമ്പ് നിറച്ച ആൾക്കാരാണ് തുകൽ വാദ്യക്കാർ. നമുക്ക് കാണാത്ത ടൈപ്പ് വാദ്യങ്ങളും ഉണ്ട് അതിനകത്ത്. എല്ലാം കൂടി ഒരു ജിം ട ജിം ജിം ട ജിട്ട ജിം ട. എന്നിട്ട് എന്ത് ചെയ്ത് ഞങ്ങൾ പുറത്ത് ഉള്ളിലിരുന്ന് കൺസോളിലിരുന്ന് കേട്ട്. അപ്പൊ ഇന്ത്യയിലെ മഹാനായ ഷോയിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ടുള്ള ദീപൻ ചാറ്റർജിയാണ് അത് റെക്കോർഡ് ചെയ്യണം, മെയിൻ റെക്കോർഡിസ്റ്റ്. അസിസ്റ്റന്റ് റെക്കോർഡിസ്റ്റ് റഹ്മാന്റെ പ്രിയപ്പെട്ട അന്തരിച്ച രണ്ടുപേരും മരിച്ചുപോയി. എച്ച് ശ്രീധർ ഒരുപാട് നാഷണൽ അവാർഡും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടില്ല. ഇവർ രണ്ടുപേരും കൂടിയാണ് റെക്കോർഡ് ചെയ്യണത്. പക്ഷേ ഈ ഇത്രയും തുകൽ വാദ്യത്തിന് ഒറ്റ മൈക്കേ ഉള്ളു. ഇതൊരു പുക പോലെയാണ് അകത്തോട്ട് കേൾക്കണത്. ആ ഞെട്ടിപ്പോയി, ഇതെങ്ങനെ ശരിയാക്കി എടുക്കും നമുക്ക് ഇവിടെ ചിന്തിക്കാൻ പോലും പറ്റില്ല. നമ്മൾ ഈ 2 തബല 1 തബലയൊക്കെ വെച്ചുള്ള വായിച്ചുള്ള ശീലമല്ലേ എറണാകുളത്ത്. അപ്പൊ പുള്ളിയോട് ഞാൻ പറഞ്ഞു ഇതെങ്ങനെ ശരിയാവും, നിങ്ങൾക്ക് സംശയം ഉണ്ടാ എന്ന് ചോദിച്ചു. അല്ല എനിക്കറിയാൻ പാടില്ലാണ്ടാണ്. ഇപ്പം പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് പുള്ളി ടിക്കുമ്പോൾ 2 തിരിയൊക്കെ തിരിച്ചു. അതിങ്ങനെ അനലോഗാണല്ലോ, കുറെ നോബ്സ് ഉണ്ട് തിരിക്കാൻ. തിരിച്ചൊക്കെ കഴിഞ്ഞപ്പോൾ ഇപ്പം നമ്മൾ കേൾക്കണേ എൻ്റെ 10 ഇരട്ടി സൂപ്പറായിട്ടാണ് അവിടെ കേൾക്കണത്. ഇപ്പം എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. സമ്മതിച്ചു പോയി, ഞാൻ സല്യൂട്ട് അടിച്ച്. അങ്ങനത്തെ ആളുകളാണ് നമ്മൾ മദ്രാസിൽ ഞങ്ങൾക്ക് അന്ന് അവിടെ കിട്ടിയത്. അതൊക്കെ കൊണ്ടാണ് ഇപ്പോഴും ആ പാട്ട് കേൾക്കാനുള്ള ആ ഒരു മാധുര്യം, ആ ഒരു പെർഫെക്ഷൻ. പൂനിലാമഴയിലും ഈ പാട്ട് കേൾക്കുമ്പോൾ നമ്മളിങ്ങനെ അറിയാതെ സ്വിങ് ചെയ്തു പോകും, തല ഇങ്ങനെ ആടിപ്പോവും. ഓക്കെ. പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ മാരിവില്ലൊളി വീണലിഞ്ഞൊരു രാഗമാലിക ചൂടാ ഇതളിതളായെന്നുള്ളിൽ പതിയെ വിടർന്നൊരു ഭാവുകമരുളാം പൂനിലാമഴ പെയ്തിറങ്ങിയ രാത്രി മല്ലികൾ കോർക്കാൻ. ഇതിന് 2-3 ഇൻസിഡൻസ് ഉണ്ട്. ഒന്ന് ഇതിന്റെ കമ്പോസിങ് സമയത്തുള്ള ഇൻസിഡന്റ്. ഒരു 1-2 ചെറിയ ഒരു ഫ്രേസസ് മാത്രം നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളത്. ജ്യേഷ്ഠനാണ് ഇതിന്റെ മെയിൻ വർക്ക് ചെയ്തത്, മെലഡി. അപ്പോൾ ഞങ്ങൾ എറണാകുളത്തൊരു ഹോട്ടലിലിരുന്നു. അപ്പോൾ സിറ്റുവേഷനൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ ഞങ്ങൾ രണ്ടും കൂടി വെറുതെ ഇങ്ങനെ ട്യൂൺ ഇങ്ങനെ മൂളി തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പറഞ്ഞു ഇത് നിങ്ങളൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞങ്ങൾ കേൾക്കാം, ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ട് വരാം. നമ്മൾ സുനിലും കൂട്ടരും എല്ലാവരും കൂടി പുറത്തേക്ക് പോകാൻ ശ്രമിച്ചു. എന്നിട്ട് അപ്പുറത്ത് ഡ്രസ്സൊക്കെ മാറണമല്ല. അപ്പോഴേക്കും ഗിരീഷ് പുത്തഞ്ചേരി ഞങ്ങളുടെ അടുത്തേക്ക് വന്നിരുന്നിട്ട് അപ്പോൾ ഞങ്ങൾ ആ ഒരു 5 മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് അങ്ങോട്ട് ദൈവാനുഗ്രഹം കൊണ്ടെന്ന് പറഞ്ഞാൽ മതി. ചേട്ടൻ്റെ മനസ്സിലാണ് വന്നത്. പെട്ടെന്ന് പുള്ളിക്ക് വളരെ പെട്ടെന്ന് മെലഡി വരും. ഒറ്റയടിക്കാണ്ട് പല്ലവിയും ചരണം വന്നു. അതിനേക്കാൾ സ്പീഡിൽ ഗിരീഷ് എഴുതുകയും ചെയ്തു. എഴുതി കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭക്ഷണം വെറുതെ തയ്യാറായി പുറത്തേക്ക് പോകാൻ പോകണം.
അപ്പം ഞാൻ ചെന്ന് വിളിച്ചിട്ട് പറഞ്ഞു ഒരു പല്ലവിയും ചരണവും റെഡിയാക്കിയിട്ടുണ്ട് വിത്ത് ലിറിക്ക്. അപ്പോൾ അവർക്ക് വിശ്വാസം വന്നില്ല, ഇത്ര പെട്ടെന്നാവുമോ? അല്ല കുഴപ്പമില്ല, സമയം എടുത്ത് ചെയ്തോ, നമുക്ക് നന്നാക്കി ചെയ്താൽ മതി, ഞങ്ങളൊരു 2 മണിക്കൂർ പുറത്ത് പോയിട്ട് വരാം, അപ്പോഴേക്കും കേട്ടാൽ മതി എന്ന് പറഞ്ഞു. അതല്ല, ഇത് കേട്ടിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് വേറെ ചെയ്യല്ല, അതിനുവേണ്ടി കേട്ട് അന്നങ്ങ് വരാമെന്ന് പറഞ്ഞ് എല്ലാവരും കൂടി വന്നപ്പോഴേക്കും ഈ പാട്ട് കേട്ടപ്പോൾ ഇതാണ് നിങ്ങൾ ഇത്ര സെക്കൻഡ് ഇത്ര കൊണ്ട് ഞങ്ങളൊരു 10 മിനിറ്റ് കൊണ്ട് ചെയ്തതാണ് എന്ന് പറയും. അതാണ് ഞങ്ങളുടെ ലൈഫിലെ ഒരു സിനിമാ പാട്ട് ഇത്ര ഫാസ്റ്റായിട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോഴും നിങ്ങളത് 30-32 വർഷമായിട്ടും കേൾക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതൊരു വലിയൊരു അനുഗ്രഹമല്ലേ. കമ്പോസിങ്ങിൽ പിറ്റേ ദിവസം കമ്പോസിങ്, തലേ ദിവസം രാത്രി ആയപ്പോഴത്തേക്കും ഞാൻ ഉറങ്ങാൻ ശ്രമിച്ചില്ലായി. ജ്യേഷ്ഠനും എൻ്റെ കട്ടിലിരുന്ന് ജ്യേഷ്ഠനും ഗിരീഷ് പുത്തഞ്ചേരിയോട് ഇങ്ങനെ സംസാരിച്ചിട്ടുമ്പോഴത്തേക്കും ജ്യേഷ്ഠൻ പറഞ്ഞ് ഞങ്ങൾ ഈ പാട്ടും പടമൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നിർത്തും, സിനിമയിൽ നമുക്ക് പറ്റൂല, നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ ഗിരീഷ് പുത്തഞ്ചേരി പറഞ്ഞ് സിനിമയിൽ നിർത്താൻ പോണ, ഇത്രയൊക്കെ പാട്ടൊക്കെ ചെയ്തിട്ട് ഇത്രയും വലിയ ഹിറ്റൊക്കെ ഉണ്ടാക്കിയിട്ട് ഇനി സിനിമ എന്തിനാണ് നിർത്തണം ഞങ്ങൾ? അതല്ല. അപ്പോൾ പല ആൾക്കാരും പറഞ്ഞ് പേടിപ്പിച്ചു, സിനിമയിൽ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഭയങ്കര രാഗവിവരം വേണം എന്നൊക്കെ പറഞ്ഞിട്ട്, രാഗത്തിൽ അഗ്രഗണ്യന്മാരായിരിക്കണം, എന്നാലേ സിനിമ പാട്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കതൊന്നുമില്ല. പിന്നെ ഇതിനെ വെറുതെ ആവശ്യമില്ലാത്ത പണിക്ക് പോവാണ്, ഞങ്ങൾക്ക് വേറെ പണിയുണ്ടല്ലോ, സർക്കാർ പണിയുണ്ട്, അത് പോയി ഞങ്ങൾ ജീവിച്ചോളാം, പിന്നെ കാസറ്റ് വർക്കിനൊക്കെ ഇത്ര മതി, ഇത്രയൊക്കെ വിവരം മതി. അപ്പോൾ ഒരു മുറുക്കിയിട്ട് പുള്ളി പറഞ്ഞ് എൻ്റെ ഇഗ്നേഷ്യസ് ഒരു കാര്യം ഞാൻ പറയട്ടെ, തേന്മാങ്കുമ്പത്ത് ചെയ്യാൻ വേണ്ടി ചെമ്മാങ്കുടി സാമിനെയും കണ്ണദാസിനെയും കൂടി പേടിച്ച് ഒരു വീട്ടിൽ വെച്ചിട്ടൊരു മുറിയിലെത്തി 1 മാസം കൊടുത്താലും അവർക്ക് കറുത്ത വണ്ണിയം വരില്ല, ഒന്നും വരില്ല, മാനം തെളിഞ്ഞാൻ വരില്ല. അതിന് വേണി ഗിരീഷും ഗിരീഷ് പുത്തഞ്ചേരി തന്നെ വേണം. അത് വേറൊരു ക്രാഫ്റ്റാണത്. അതുകൊണ്ട് ഒരുപാട് രാഗം പഠിച്ചുകൊണ്ട് മാത്രം സിനിമയിൽ ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ വേണം, നിങ്ങൾ സിനിമയുടെ ആൾക്കാരാണ്, നിങ്ങൾ ചെയ്തേ പറ്റൂ എന്നൊക്കെ പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും ഇതിന് പോകരുതെന്ന് പറയും. അതൊരു വലിയൊരു മോട്ടിവേഷനായിരുന്നു എനിക്ക്. അപ്പം അത് മതിയല്ലേ. അങ്ങനെയാണ് ഞങ്ങൾ പിന്നെ അടുത്തടുത്ത സിനിമകൾ പിടിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മൾ പിടിക്കില്ലായിരുന്നു. അങ്ങനെ ആ ഒരു വാക്ക് ഞങ്ങൾക്ക് വളരെയധികം മോട്ടിവേഷൻ തന്നിട്ടുണ്ട്, ഭയങ്കര പ്രോത്സാഹനം. പിന്നെ കൂടാണ്ട് പിറ്റേ ദിവസം റെക്കോർഡിങ്ങിന് ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ റിതം ബോക്സ്, അത് ഞങ്ങൾക്ക് റഹ്മാൻ്റെ തന്നെ തേന്മാങ്കുമ്പത്തിന് അസിസ്റ്റ് ചെയ്ത് ശ്രീനിവാസമൂർത്തിയാണ് അസിസ്റ്റ് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ ഓർക്കസ്ട്ര ആയിരുന്നു, ഗംഭീര ഓർക്കസ്ട്ര. ചില ഫ്രേസസ് മാത്രമേ ഞങ്ങൾ കൊടുത്തുള്ളൂ. ആദ്യത്തെ പ്രത്യേകിച്ച് ടെങ് ടങ് ടെങ് ടങ് ടങ്, അത് ഞങ്ങളുടെ രഞ്ജിനി കാസറ്റിലെ ഒരു പാട്ടിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു. അതെടുത്ത് അത് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ അതാണ് നമ്മുടെ മനസ്സിൽ അങ്ങനെ കുറെ ബിറ്റുകളുണ്ട്. ഇപ്പോഴും എടുത്താൽ തീരാത്ത അത്രയും ബിറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അതിന് ആ ഒരു സ്പാർക്ക് മനസ്സിൽ വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ ബിറ്റ് വരും, അത് വരണമല്ല, നല്ല പിന്നെ മ്യൂസിക് ചെയ്യാൻ പറ്റില്ല. അത് കഴിഞ്ഞ് നമ്മൾ ചിത്രയുടെ കാര്യത്തിൽ അത്ഭുതം തോന്നിയപ്പോൾ എന്താ പറയാം, ചിത്ര ആദ്യം തന്നെ അസലായിട്ട് പാടി. 3 ട്രാക്കേ ഉള്ളു ആ സ്റ്റുഡിയോയിൽ. 2 ട്രാക്ക് ഓർക്കസ്ട്രക്കും 1 ട്രാക്ക് പാട്ടുകാരനും അല്ലെ പാട്ടുകാരത്തി, അങ്ങനെയാണ് റെക്കോർഡ് ചെയ്യണം. ചിത്രം മുഴുവൻ പാടിയിട്ട് പറഞ്ഞ് എനിക്ക് തൃപ്തിയായില്ല. ഞാൻ ചേട്ടനും പറഞ്ഞു ഇത് അസലായിട്ട് പാടിയിട്ടുണ്ട്, ഇതിൽക്കുള്ളിൽ എന്തൊരു തൃപ്തി. പൂ എന്നുള്ള സ്ഥലം നമ്മൾ കോർക്കാൻ വരെ ഒറ്റ ബ്രത്തിൽ കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ട് പാടണം. ഇന്നത്തെ പോലെ കമ്പ്യൂട്ടറിൽ പോലെ കുത്തിയെടുക്കലൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ നാളെ വന്ന് പാടിക്കോട്ടെ. അപ്പോൾ നാളെ ഇവിടെ വേറെ വർക്കുണ്ട്, അത് സാറല്ല ഞാൻ എത്ര വെളുപ്പിന് പാടിക്കോളാം, എനിക്കൊരു സമയം തരുമോ എന്ന് പറഞ്ഞു. ആ റെക്കോർഡ്സ് പറഞ്ഞു കുഴപ്പമില്ല, കാലത്ത് വന്ന് പാടിക്കുന്നു. അങ്ങനെ പാടി പെർഫെക്റ്റ് ആക്കിയിട്ടുള്ള പാട്ടാണിത്. അപ്പോൾ നമ്മൾക്ക് അങ്ങനെയുള്ള ചില ധനങ്ങളുണ്ട്, സമ്പത്ത്. ഇത്ര വലിയ വാനമ്പാടി, ഗാനഗന്ധർവൻ, അതൊക്കെയാണ്. അല്ലാണ്ട് ഒരു ലിറിക് റൈറ്റർ വിചാരിച്ചാലോ ഒരു മ്യൂസിക് ഡയറക്ടർ വിചാരിച്ചാലോ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതെല്ലാം കൂടി ഒത്തണങ്ങുമ്പോഴാണ് ഒരു പാട്ട് ജനങ്ങളിൽ ഏക്കണത്. തീർച്ചയായിട്ടും. അങ്ങനെ അത് ഒരു മെലഡിയായിട്ട് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് എന്നും എവർ ലാസ്റ്റിംഗ് ആണ്. ഒരു മെലഡി ഒരിക്കലും ഒരാളുടെ മനസ്സിൽ കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കില്ല. ഇപ്പോഴത്തെ കാലത്താണെന്നുണ്ടെങ്കിൽ അത് കാലാകാലങ്ങൾ 100, 200, 1000 കൊല്ലത്തേക്ക് കേൾക്കാനുള്ള സംവിധാനങ്ങൾ, ടെക്നോളജി ഉണ്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഭാഗ്യം, കുറേ മെലഡികൾ മലയാളികൾക്ക് കൊടുക്കാൻ പറ്റിയത്. തീർച്ചയായിട്ടും. അതേപോലെ ആവണി പൊന്നൂഞ്ഞാലും ഒരു മെലഡി ഉണ്ട്. പക്ഷേ ഈ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ആടാൻ തോന്നും. ആവണി പൊന്നൂഞ്ഞാലാടിക്കാം നിന്നെ ഞാൻ, ടക്ക് 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 ആ സാധനം പോകുന്നില്ലേ, അത് ഭയങ്കര രസമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ കിടപ്പുണ്ട്. അപ്പൊ നമ്മൾ ആ മെലഡി കേൾക്കുമ്പോഴും നമ്മൾ താളത്തിൽ ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കുക. ഈ പൂനിലാമഴയുടെ അതേപോലെയാണ് നമ്മളിങ്ങനെ, ഏകദേശം സമകാലിന്റെ രാഗങ്ങളാണ്, പക്ഷെ രണ്ടിന്റെ ട്രീറ്റ്മെന്റ് രണ്ടും രണ്ടാണ്. ആവണി പൊന്നൂഞ്ഞാലാടിക്കാമില്ലേ ഞാൻ, ആയില്യം കാവിലെ വെണ്ണിലാവേ, പാതിരാമുല്ലകൾ താനിപ്പൂ ചൂടുമ്പോ പൂജിക്കാം നിന്നെ ഞാൻ പൊന്നുപോലെ, മച്ചകവാതിലും താനേ തുറന്നു, പിച്ചകപ്പൂമണം കാറ്റിൽ നിറഞ്ഞു വന്നല്ലോ നീയൻ പൂത്തുമ്പിയാ, ആവണി പൊന്നു ഞാലാടിക്കാം നിന്നെ ഞാൻ,
ആയില്യം കാവിലെ വെണ്ണിലാവേ. Wow. ഇതൊരു സാധാരണ ഞങ്ങളെപ്പോലുള്ള ബാത്റൂം സിംഗേഴ്സിന് പാടാം, എന്നാൽ പഠിച്ചും അറിഞ്ഞും പാടാം. രണ്ട് രീതിയിൽ പാടുമ്പോഴും ഇതിൻ്റെ ഒരു താളം ഭയങ്കര സിമ്പിളായിട്ട് ആൾക്കാരുടെ ഉള്ളിലേക്ക് എത്തും. ഇതേപോലെയാണ് എനിക്ക് തേന്മാവിൻ കൊമ്പത്തിലെ കള്ളിപ്പൂങ്കുയിലെ എന്ന് വെച്ചാൽ, നമ്മൾ ആ പടം കണ്ടപ്പോൾ ഏറ്റവും കൂടുതൽ ഹിറ്റായ പാട്ടുകളുള്ളപ്പോഴും നമ്മൾ പടം കണ്ടതിന് ശേഷം നമ്മുടെ ഉള്ളിലേക്ക് കയറിപ്പോയ 1-2 പാട്ടുകളുണ്ട്. നിലാപ്പൊങ്കലായാലേ കയറുമ്പോൾ തന്നെ ഈ കള്ളിപ്പൂങ്കുയിലെ അതിൻ്റെ ഭയങ്കര സിമ്പിളായിട്ടാണ്. ഇപ്പോൾ ഞാൻ തന്നെ എപ്പോഴും ഇത് ട്രൈ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇപ്പോൾ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻ മൊഴിയിൽ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഇതെന്താ വെച്ചാൽ ഇതിൻ്റെ ഒരു സിംപ്ലിസിറ്റി നമ്മുടെ ഉള്ളിലേക്ക് പെട്ടെന്ന് എത്തും. അപ്പോൾ നമുക്ക് പേടിയില്ലാതെ, ഇതിനകത്ത് വലിയ സംഗതി വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല എന്ന് വിചാരിച്ച് പേടിയില്ലാതെ പാടാം. സാറേ, അതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു സാധാരണക്കാരൻ ഇങ്ങനെയാണ് ഇതിനെ റിസീവ് ചെയ്യുന്നത്. അതൊരു ഭയങ്കര ഒരു എഫർട്ടാണ് ഒരു സാധാരണക്കാരൻ്റെ ഉള്ളിലേക്ക് ഇതിങ്ങനെ വളരെ സിമ്പിളായിട്ട് എത്തിക്കുക എന്ന് പറയുന്നത്. അതിന് ഒരുപാട് ശ്രമമുണ്ടോ? എങ്ങനെയാണത് വരിക? അല്ല, അതിനൊരു സ്പാർക്ക്, അതിനൊരു തോട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഉണ്ടാക്കി തന്നത് പ്രിയദർശൻ തന്നെയാണ്. ഉദാഹരണം പറഞ്ഞാൽ, തുടിച്ചു തുള്ളും മനസ്സിനുള്ളിൽ, ഇങ്ങനെയായിരുന്നു ആദ്യത്തെ ട്യൂൺ. ഇത് ഒരുമാരപ്പെട്ടവർക്കൊന്നും പാടാൻ പറ്റും, നിങ്ങൾക്കൊന്നും ബാത്റൂം സിംഗേഴ്സ് പാടാൻ പറ്റും. നിങ്ങൾ ബാത്റൂം സിംഗർ അല്ല, നന്നായിട്ട് പാടണ്ടേ. പക്ഷെ അത്ര നേരം കേട്ടോണ്ട് കറുത്ത പെണ്ണേ, അങ്ങനെ കറുത്ത പെണ്ണൊന്നും ഇല്ല. അന്ന് മുഴുവൻ പുള്ളി ഇങ്ങനെ പുള്ളി മനസ്സിൽ മുഴുവൻ മോഹൻലാൽ, ശോഭന, ഇങ്ങനെ പോണ പോക്കും കാര്യങ്ങളൊക്കെയാണ് മനസ്സിൽ. ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് ഒന്നൂടെ പഠിക്കേ. അപ്പൊ ഇതാരാ പാടാൻ പോണ്? എം ജി ശ്രീകുമാർ ഇത് കറക്റ്റായിട്ട് പാടും, അദ്ദേഹം മാത്രം പാടിയാൽ മതി, എനിക്ക് പാടണ്ടേ എന്ന് പറയും. ശരിയാണല്ലോ. അപ്പോഴാണ് പറഞ്ഞത്, നിങ്ങൾ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുമ്പോൾ സിമ്പിൾ ആയിരിക്കണം, അട്രാക്റ്റീവ് ആയിരിക്കണം, നോവൽ ആയിരിക്കണം. 3 വേർഡ് പറഞ്ഞു. സിമ്പിൾ എന്നുള്ള വളരെ മസ്റ്റ്. സിമ്പിൾ അല്ലെങ്കിൽ ആർക്കും ഇത് പ്രസന്റ് ചെയ്യാൻ പറ്റില്ല. ഒരു സിനിമ എന്ന് പറഞ്ഞാൽ എല്ലാവരും വന്ന് കയറും, ഏത് തുറയ്ക്കുള്ളവരും വന്ന് തിയേറ്ററിൽ വന്ന് കയറും. അല്ലെങ്കിൽ ഏത് ലെവലുള്ള ആൾക്കാരും, കൊച്ചു പിള്ളേരും മുതൽ പ്രായമുള്ളവർക്ക്, ഏത് സ്വഭാവത്തിലുള്ളവർക്കൊക്കെ കേൾക്കണം സിനിമാ പാട്ടാകുമ്പോൾ. കച്ചേരി ആകുമ്പോൾ വേറെ കാര്യം അല്ലേ. പക്ഷേ സിനിമാ പാട്ട് എല്ലാ ജനങ്ങൾക്കും വേണ്ടിയുള്ളതാണ്. അത് കേരളത്തിൽ മാത്രമല്ല, ഇവിടെ മദ്രാസിലുള്ളവർ ആണെങ്കിലും ബോംബെയിലുള്ളവർക്കും ഇത് ആസ്വദിക്കാൻ പറ്റണം. നമ്മൾ ഹിന്ദി പാട്ട് ആസ്വദിക്കണമല്ലേ, അവരും നമ്മുടെ പാട്ടുകൾ ആസ്വദിക്കുന്നുണ്ട്, ട്യൂൺ. തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും പറ്റിയ വിധത്തിൽ സാർവലൗകികമായിട്ടുള്ളൊരു ട്യൂണിങ് ഇട്. മറ്റേ ബ്രൊന്നും വേണ്ട. നിങ്ങൾക്ക് ഈ ഹാർമോണിയത്തിൽ ചിലപ്പോൾ നല്ല സ്പീഡിലൊക്കെ വായിക്കാൻ പറ്റുമായിരിക്കും, ഇതൊന്നും എനിക്ക് വേണ്ട. അങ്ങനെ കൊടുത്തിട്ടാണ് ഇത് കൊള്ളാം, ഇപ്പൊ എനിക്കും പാടാൻ പറ്റും. നമുക്കൊരു ചെറിയൊരു സാഡിസം ഉണ്ടെന്നുണ്ട്. ഇത് കഷ്ടപ്പെട്ട് പാടണം ഗായകര്. നമ്മളെ റെക്കോർഡിംഗ് സ്റ്റുഡിയോയുടെ ഉള്ളിൽ മാത്രം നമ്മൾ നോക്കണല്ലേ. ഇത് കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കണം എന്നുള്ളത് നമ്മൾ ചിന്തിക്കാനില്ലായിരുന്നു ആദ്യം. കാരണം നമുക്ക് ഹാർമോണിയൊക്കെ നല്ല സ്പീഡിൽ വായിക്കാൻ പറ്റണ്ടല്ലോ. അപ്പൊ അവർക്കത് പാടണ്ടേ എന്നുള്ള വിധത്തിലാണ് നമ്മൾ നോക്കണം. അല്ല, അവർ പാടിയാൽ മാത്രം പോരാ, എല്ലാവരും പാടണം. ആ ഒരു തോട്ട് ഉണ്ടാക്കി തന്നത് പ്രിയദർശനാണ്. അങ്ങനെയാണ് ഞങ്ങൾ നമ്മുടെ പാട്ടുകൾക്കൊക്കെ സിംപിൾസിറ്റി കൊണ്ടുവരണം എന്നുള്ളൊരു തോന്നൽ വന്നത്. അപ്പോൾ എവിടെയെങ്കിലും ഒരു ഉടക്കുണ്ടെങ്കിൽ അത് നമ്മൾ മാറ്റി സിമ്പിളാക്കാൻ ശ്രമിക്കും. പക്ഷേ രണ്ടാമത്തെ വാക്ക് പറഞ്ഞാൽ അട്രാക്റ്റീവാണ്. സിമ്പിളാക്കി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ അട്രാക്ഷൻ പോകും. വളരെ നഴ്സറി റൈം പോലെ ആയിപ്പോൾ. അതെ, നഴ്സറി റൈം ഒരുപാട് വന്നു കഴിഞ്ഞ് ഇനി ഒരു നഴ്സറി റൈം നമ്മളായിട്ട് ഉണ്ടാക്കേണ്ട കാര്യമില്ല അല്ലേ. അപ്പം പുതിയതായിരിക്കാൻ വേണം. നോവൽ എന്ന് പറഞ്ഞാൽ പുതിയതായിരിക്കണം, പുതുമ വേണം, അട്രാക്ഷൻ വേണം, എന്നാൽ സിമ്പിൾ ആയിരിക്കണം. അപ്പോഴാണ് കിടന്ന് മുട്ടയിടണം ഞങ്ങൾ. അമ്മൂമ്മക്കളിയൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും മുട്ടയിട്ട് പോയി. അപ്പോഴാണ് പറഞ്ഞു, അപ്പം മൊസാട്ടിനെയൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുന്നു. പുള്ളി പറഞ്ഞു, പുള്ളി അത്ര അഗാധമായിട്ട് സ്റ്റഡി ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താണെന്ന് ചോദിച്ചു. ലോകം മുഴുവൻ എല്ലാ കാലവും കുട്ടികൾ പാടുന്ന ആദ്യത്തെ പാട്ട് ട്വിങ്കിൾ ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ ആയിരിക്കും. അത് പാടാനൊരു വിഷമവുമില്ല. അതുണ്ടാക്കിയ ആളാണ്. ഇത്ര വലിയ സിംഫണികൾ ഉണ്ടാക്കിയ മൊസാട്ടാണ് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയ അത്രയും താന്നത് ലെവല്. അതുപോലെ ഒരെണ്ണം ഉണ്ടാക്ക്. ട്വിങ്കിൾ ട്വിങ്കിൾ ഒരെണ്ണം ഉണ്ടാക്കുന്നത് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. നമ്മളുണ്ടാക്കുമ്പോൾ ട്വിങ്കിൾ ട്വിങ്കിൾ എന്നൊക്കെ ആയിപ്പോവും. കുറച്ച് ഗമനങ്ങളൊക്കെ വന്നാലും നമുക്ക് സമാധാനം വരുള്ളൂ, സുഖം വരുള്ളൂ. അത് പുള്ളിയാണ് മാറ്റിയത്. അമ്മമ്മക്കിളി ഉണ്ടാക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടു പോയി. താമരപ്പൂ വളരെ പെട്ടെന്ന് ഉണ്ടാക്കി. അമ്മമ്മക്കിളി വായാടി ഒന്നുമില്ല അതിൻ്റെ അകത്ത്, ടങ് ടങ് ടെങ് ടങ് ടെങ് ടെങ്. പക്ഷെ അത് വരണ്ടേ. അതൊക്കെയാണ് വലിയ വലിയ മഹാന്മാരുടെയൊക്കെ ഗുണം. വലിയ മഹാരഥന്മാരായ സംഗീതജ്ഞന്മാർ എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് രാഗം എടുത്താലും ജനകീയമാക്കി സൂപ്പർ ഹിറ്റ് ആക്കും. എന്നാൽ അതിൻ്റെ അകത്തൊരു കഴമ്പുണ്ടാകുകയും വേണം. അതൊക്കെയാണ് നമ്മൾ ഫോളോ ചെയ്തത്. നമ്മൾക്കുള്ളൊരു ഗുണം കിട്ടിയെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ മഹാരഥന്മാരായിട്ടുള്ള പഴയ ലെജൻഡറി മ്യൂസിക് ഡയറക്ടർമാരുടെ ചുവട് പിടിച്ച് വന്ന്
ഇപ്പൊ നമ്മള് പുതിയ കാലഘട്ടത്തിൽ ജീവിക്കേണ്ടി ഇതും ചെയ്തുകൊണ്ട്. അപ്പൊ നമുക്കിത് രണ്ടിന്റെയും കുറെ കാര്യങ്ങൾ അംശങ്ങൾ നമുക്ക് സ്വാംശീകരിക്കാൻ പറ്റുന്നത് വലിയ ഭാഗ്യമാണ്. ഈ കള്ളിപ്പൂങ്കുവിലിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് ഈ ആവണി പൊന്നൂഞ്ഞാലുമായിട്ട് അടുത്ത് നിൽക്കുന്ന രാഗങ്ങളാണോ അതിനകത്ത് അതെ, ഉപയോഗിച്ചത്? കറുത്ത പെണ്ണെ കുറച്ച് കർണാട്ടിക് സ്റ്റൈലിലുള്ള ഗമകളൊക്കെയാണ് ഉപയോഗിച്ചത്. എല്ലാ രാഗത്തിന്റെയും അന്തസത്ത ഒന്ന് തന്നെ, എല്ലാ സ്വരസ്ഥാനങ്ങളൊക്കെ ഒന്ന് തന്നെ. ഉദാഹരണം ബീംബ്ലാസി രാഗം നീ സ ഗ മ പ നീ സ സാ നി ധ പ മ ഗ രെ സ. ഇത് തന്നെയാണ് അബേരി സെയിം. സ ഗ മ പ നീ സ സാ നി ധ പ മ ഗ രെ സ. അവരുടെ പ്രയോഗ രീതിയിലുള്ള വ്യത്യാസമാണ്. ആവണി പൊന്നു ഞാൻ കുറച്ച് ഫാസ്റ്റ്നെസ്സും കുറച്ച് ഗമകത്തിലൊക്കെ കുറച്ചൊരു കർണാട്ടിക് ടച്ച് കൊടുത്തപ്പോഴത്തേക്കും അത് ആബേരി രാഗത്തിന്റെ ഒരു ചുവട് വെച്ചാണ് ചെയ്തതെന്ന് പറയാം. പക്ഷെ കള്ളിപ്പൂങ്കിൽ വന്നപ്പോഴത്തേക്കും ഈ സെയിം രാഗത്തിന്റെ ഹിന്ദുസ്ഥാനി വെർഷൻ ബീംബ്ലാസി. കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ കാവതിക്കാക്കതൻ കൂട്ടിൽ മുട്ടയിട്ടന്നൊരു കാനനം നീളെ നീ പാറി പറന്നൊരു കള്ളം പറഞ്ഞതില്ലേ കള്ളിപ്പൂങ്കുയിലെ കന്നിത്തേൻമൊഴിയെ കാതിൽ മെല്ലെ ചൊല്ലുമോ. ഇതൊരു പ്ലസന്റ് രാഗമാണെങ്കിലും ഒരു മ്യൂസിക് ഡയറക്ടർക്ക് വേണമെങ്കിൽ അത് കൺസ്ട്രക്ട് ചെയ്ത് പാട്ടുകാരൻ്റെയും കൂടി സഹായത്താൽ അതൊരു ചെറിയൊരു പാത്തോസ് ആക്കി മാറ്റാൻ പറ്റും. അങ്ങനെ ഒരുപാട് പാട്ടുകൾ വളരെ സാഡായിട്ടുള്ള രാഗങ്ങളെടുത്ത് സന്തോഷമാക്കിയിട്ടുണ്ട്, സന്തോഷമുള്ള രാഗം എടുത്ത് സാഡാക്കിയിട്ടുണ്ട്. അതൊക്കെ മ്യൂസിക് ഡയറക്ടർ ഒരു ക്രാഫ്റ്റ് എന്ന് പറയും. അതേപോലെ കറുത്ത പെണ്ണെ പാടുന്ന സമയത്ത് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ, അത് സെക്കൻഡാണ്. പക്ഷെ ആദ്യം തുടങ്ങിയിരിക്കുന്നത് കറുത്ത പെണ്ണെ നിന്നെ കാണാഞ്ഞിട്ടൊരു നാളുണ്ടേ വരുത്തപ്പെട്ടേ. വയലിൻ അതെല്ലാരും കേട്ടിട്ടുണ്ട്. അതെ, ഞങ്ങളോട് പറഞ്ഞ സിറ്റുവേഷൻ എന്താണെന്നറിയാം? അതിങ്ങനെ ആ ഒരു റൊമാൻറ്റിക് മൂമെന്റില് ഒക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, ശോഭനയും മോഹൻലാലും കൂടിയുള്ള വേഗം പറയൂ എന്ന് പറഞ്ഞിട്ടാണ് ഇത് പാടണത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളോട് പറഞ്ഞത് പ്രിയദർശൻ ഇങ്ങനെ മോഹൻലാൽ ഇങ്ങനെ ഒരു ഉമ്മ ഇങ്ങനെ കൈ വെള്ളയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നു പൂന്നും പറഞ്ഞിട്ട്. അപ്പൊ അതൊരു റെഡ് ലിപ്സ് ആയിട്ട് രൂപാന്തരപ്പെടും ഗ്രാഫിക്സിൽ. എന്നിട്ട് അതങ്ങോട്ട് പുറത്തോട്ട് പോകുമ്പോഴത്തേക്ക് അത് 1 എന്നുള്ള 2 ആവും, 4 ആവും, 8 ആവും, 16 ആവും. അത് പിന്നെ ആയിരക്കണക്കിനായിട്ട് മാനത്തേക്ക് പോയിട്ട് മൊത്തം സ്കൈ മുഴുവൻ റെഡ് ലിപ്സ് ആവും. എല്ലാം ഗ്രാഫിക്സ് വർക്ക്സ് ആണ്. എന്നിട്ട് അതെല്ലാം കൂടി ചുരുങ്ങി ഇങ്ങനെ വന്നിട്ട് ശോഭനയുടെ കവിളത്തൊറ്റ വീഴ്ചയാണ്, ഒറ്റ ഇതായിട്ട്. ഇത്ര ആവുമ്പോൾ നമ്മളിങ്ങനെയാണ് അമ്പച്ചിങ്ങനെ ഇതിന് ഏത് മ്യൂസിക് ആവോ ഇങ്ങനെ ഓർത്തിരിക്കും. അതിൽ നിന്ന് വന്നാണ് ആ സാധനം വന്നത്. വയലിനിലും വയോള ചെല്ലോ ഇതെല്ലാം കൂടി അങ്ങോട്ട് വായിച്ചപ്പോഴത്തേക്കും ഏകദേശം ആ ഒരു രൂപം കിട്ടി. ഇത് സാധനം വെറുതെ അങ്ങോട്ട് നമ്മൾ ആ കാട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുകയാണ്, മോഹൻലാലും ശിവനെയും കൂടി ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് കിളികളൊക്കെ പറക്കും എന്ന് പറഞ്ഞാണെങ്കിൽ ചിലപ്പോൾ ഈ മ്യൂസിക് വരില്ലായിരുന്നു. അപ്പോൾ നമ്മളെ കൊണ്ട് നമ്മുടെ മനസ്സിനെ അങ്ങോട്ട് ലിഫ്റ്റ് ചെയ്ത് നമ്മുടെ ഭാവന അങ്ങോട്ട് അങ്ങേ അറ്റത്തേക്ക് ഉയർത്തി. അപ്പോഴേ നമുക്ക് ആ മ്യൂസിക് വന്നുള്ളൂ. പിന്നെ പുള്ളി എന്ത് ചെയ്ത് പുള്ളിയെ കുറച്ച് സ്റ്റോക്ക് ഷോട്ടൊക്കെ എടുത്ത് കുറച്ച് കിളികളെയൊക്കെ അങ്ങോട്ട് പറത്തി. എന്നിട്ട് അവസാനം എല്ലാ കിളിയും കൂടി താഴ്ത്തോട്ട് വീണപ്പോഴത്തേക്കും ജാങ് എന്നൊരു സാധനം വന്നു. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് ആലോചിച്ച് നമ്മുടെ ഒരു കഴിവ് കൊണ്ട് ഒരു മ്യൂസിക് ഉണ്ടാക്കിയത് പോലെ ആൾക്കാർക്ക് തോന്നും. പക്ഷെ സത്യാവസ്ഥ ഇതാണ്. അപ്പൊ നമ്മളെ കൊണ്ട് പിഴിഞ്ഞിങ് എടുത്തുള്ളതാണ് ആ സമയത്ത്. അതോടൊപ്പം ഒരു കാര്യം കൂടെ ഉള്ളത്, അതങ്ങനെ മുറിക്കാം, എം.ജി. ശ്രീകുമാർ മൂളിയാ മതി അവിടെ എന്നുള്ളത് ആരാ ഡിസൈഡ് ചെയ്തേ? അതൊക്കെ പ്രിയൻ തന്നെ ഇട്ടത്. അങ്ങനെ മതി. ആ വിഷ്വൽ ഉണ്ടല്ലോ പുള്ളിയുടെ. അതെ അതെ അതെ. അത് കഴിഞ്ഞിട്ട് ഒരു PP വരുന്നത് ആ സാധനമില്ലേ? ഷെഹനായി, ഇന്ത്യയിലെ നമ്പർ 1 ഷെഹനായി വിദഗ്ധൻ ബാലകൃഷ്ണ വായിച്ചത്. ഓ, അത് പക്ഷെ അസാധ്യമായിട്ട് ചിത്രീകരിച്ചു. ഞങ്ങൾക്ക് കിട്ടിയ ഭാഗ്യം സൗഭാഗ്യം അതൊക്കെയാണ്. അത് എന്നിട്ടേ ഞങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ബിറ്റ് ബാൻജോ, മാൻഡലിൻ ബാൻജോ. ഇത് കഴിഞ്ഞിട്ട് വയലിൻ എന്നിട്ടും നിർക്കണല്ല. പ്രിയൻ പറഞ്ഞു ഇതെന്തൊരു ഇടപാട്, ഞാനിത് എത്ര ഫുട്ടേജ് ഉണ്ടാക്കാനാണ്, എന്തോരം കാശലോ ഇതിന്,
എനിക്ക് ഇത് വേറെ പണിക്ക് പോകണ്ടേ, എനിക്ക് ഇത് നിങ്ങളുടെ ബീജം ഉണ്ടായിക്കൊണ്ടിരുന്നാൽ മതി, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട്. ഇന്നത്തെ പോലെയാണെങ്കിൽ കമ്പ്യൂട്ടറിലാണ് കണ്ടല്ല, അത്രയും പാറ അങ്ങോട്ട് കട്ട് ചെയ്യുമെന്ന് പറയും. മറ്റേത് സ്പൂളല്ലേ, ഒന്നും കട്ട് ചെയ്യാനും പറ്റൂല. പക്ഷെ ഉണ്ടാക്കി വന്നപ്പോഴത്തേക്കും ആ ഒന്നും നമുക്ക് ഒരു നീളം കൂടിയും തോന്നണില്ല, ഒരിക്കലും ഇല്ല. അല്ലെങ്കിൽ ആ വിഷ്വൽ അത്ര ബ്യൂട്ടിയാണ്. ഇപ്പോഴും നമ്മളിപ്പോ എത്ര 1000 തവണ കണ്ടാലും ഇനി അടുത്ത തലമുറ കണ്ടാലും നമുക്കത് ഒരു നീളം കൂടി പോയല്ലാന്ന് തോന്നാൻ പ്രശ്നമില്ല. അതത്ര സിങ്കാക്കി വെച്ചേക്കാണ്, അതൊക്കെ ജീനിയസ് എന്ന് പറയുന്നത്. ഈ പടം ഇറങ്ങിയതിന് ശേഷമാണ് എനിക്ക് തോന്നുന്നു നിലാപ്പൊങ്കലായാല് ഭയങ്കരമായിട്ട്, നിലാപ്പൊങ്കലായാല ഒരു പ്രത്യേക ശബ്ദത്തിൽ കേൾക്കുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിൽ ഓഹോ 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 ഏറ്റവും ആദ്യം അതാണ് തന്നെ. അത് അത്തരം ഒരു ശബ്ദം ചൂസ് ചെയ്യുന്നതും ഒക്കെ ഭയങ്കര രസമുള്ള ഒരു പരിപാടിയായിരുന്നു. അതും ഞാൻ പറഞ്ഞില്ലേ, എല്ലാം ദൈവാനുഗ്രഹം എന്ന് പറഞ്ഞാൽ മതി. ഇത് അത്രയുള്ള ശബ്ദം തേടിപ്പോയൊന്നുമല്ല. എന്താ വെച്ചാണെങ്കിൽ ഞങ്ങൾ കമ്പോസ് ചെയ്യുമ്പോൾ തന്നെ ഇത് കമ്പോസ് ചെയ്യാനുള്ള ഒരു കാരണമുണ്ട്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതായത് ഒരു സിനിമയുടെ വർക്കിന് വന്നെന്നുള്ളതല്ല, ഞാനൊരു അന്ന് KSFയിൽ ജോലി എടുക്കുന്ന സമയമാണ്. മാത്രമല്ല ഒരുപാട് ലീവ് എടുത്തിട്ട്, ഇനി ലീവ് എടുത്തിട്ടുണ്ടെന്നാണെങ്കിൽ ഇവന്റെ ജോലി കളയാനെന്നുള്ള വിധത്തിലുള്ള മെമ്മോ ഒക്കെ അടിച്ച് റെഡിയാക്കി വെച്ചേക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും എൻ്റെ തന്നെ ഒരു സ്വന്തം ട്രൂപ്പ് ഉണ്ട്, കൊച്ചിൻ മെലഡീസ് എന്ന് പറഞ്ഞത്. 10-17 അംഗങ്ങളുണ്ട്. അവരെ തീറ്റിപ്പറ്റാനുള്ള ഉത്തരവാദിത്വം കൊണ്ട് എനിക്കുണ്ട്. എനിക്കുണ്ട് ഒരു ട്രൂപ്പ്, എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, ഒരു പാട്ടുകാരൻ ബോണി. അങ്ങനെ രണ്ടും കൂടി. അപ്പോൾ ബോണി പറഞ്ഞിടാ, നിനക്ക് ലീവ് കിട്ടുമോ, ഒരാഴ്ചത്തെ പ്രോഗ്രാം നമുക്ക് തമിഴ്നാട്ടിൽ കിട്ടിയേക്കാണ്. നമുക്ക് പോവാം, ഇപ്പം ചെയ്യാൻ പറ്റും, ലീവ് ജോലി പോണേ പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാനങ്ങനെ ഞങ്ങൾ ഒരു 3-4 പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനൊക്കെ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും, തിരിച്ചു വരണ സമയമൊക്കെ എത്തിയപ്പോഴത്തേക്കും വൈഫ് ഇവിടെ നിന്ന് വിളിച്ച് പറഞ്ഞ്, ഇനിയിപ്പോൾ ഇത്രാം തീയതി ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്തില്ലെങ്കിൽ ജോലി കളയുന്ന തീരുമാനിച്ച് വെച്ചേക്കേണ്ടായിരുന്നു. അപ്പം ഞാൻ തന്നെ തലേദിവസം വെളുപ്പിനായിട്ട് അവിടെ വന്ന് കാലത്തധികം ഉറങ്ങാണ്ട് കാലത്ത് എഴുന്നേറ്റ് 10 മണിക്ക് എത്തിയാൽ മതി, ഒരു 10 മിനിറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് ഓഫീസിലെത്താം. പക്ഷേ ഞാൻ 9 മണിക്ക് തന്നെ സ്കൂട്ടറൊക്കെ സ്റ്റാർട്ട് ചെയ്ത് വിടാൻ തുടങ്ങി. ഒരു അരമണിക്കൂർ നേരത്തെ അവിടെ ചെന്ന് എന്തെങ്കിലും പെൻഡിങ് വർക്ക് ഉണ്ടൊക്കെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്കും വൈഫ് അന്നിൽ മൊബൈൽ ഫോണൊന്നും ഇല്ല, ലാൻഡ് ഫോണിൽ വിളിച്ചിട്ട് അറ്റൻഡ് ചെയ്തിട്ട് പറഞ്ഞ്, ചേട്ടാ വേഗം വാ, അത്യാവശ്യം ഒരു കോള് വന്നേക്കണം. ഇങ്ങനെ കോളുകാരനൊക്കെ എനിക്ക് പോകാം, ഞാൻ ഓഫീസിലേക്ക് പോയിട്ട് ഓഫീസ് നമ്പർ കൊടുക്കുന്നു പറഞ്ഞു. ഞാൻ അതല്ല, ഇത് അറ്റൻഡ് ചെയ്യണം, അറ്റൻഡ് ചെയ്തിട്ടാണ് പോയിക്കോ എന്ന് പറഞ്ഞു ഓഫീസിലോട്ട്. എന്നാൽ ശരി നമ്മൾ സ്കൂട്ടറൊക്കെ ഓഫ് ചെയ്ത് സ്റ്റാൻഡിൽ വെച്ചിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഫോൺ അറ്റൻഡ് ചെയ്തു. ആരാണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ ശ്രീകുട്ടനാണെന്ന് പറഞ്ഞു, MG ശ്രീകുമാർ. അപ്പോൾ എന്താ ശ്രീകുട്ട, ഞാനിങ്ങനെ ഒരു അത്യാവശ്യമായിട്ട് ഓഫീസിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അത്യാവശ്യമായിട്ട് ഓഫീസിലൊക്കെ പോയിക്കോ, പക്ഷേ ഒന്ന് BTH വരെ വന്നിട്ട് പോയിക്കോ എന്ന് പറഞ്ഞു. 1 മണിക്കൂർ. എന്തിനാണ് 1 മണിക്കൂർ? കുറച്ച് പാട്ടൊക്കെ പാടി കൊണ്ടുപോകാം. ഈ സമയത്താണ് ഞാൻ ഉറക്കം നിന്ന് ഇങ്ങനെ നിൽക്കണം. അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ടെൻഷനിലാണ് എൻ്റെ ജോലി പോകാമെന്ന് പറഞ്ഞത്. ജോലിയൊന്നും പോകില്ല, വേഗം 1 മണിക്കൂർ പാടി ഒന്നും പോകാൻ പാടില്ല, വേഗം വന്നിട്ട് 1 മണിക്കൂർ പാടിയാൽ മതി. അപ്പം ഞാൻ ചോദിച്ചാൽ എന്ത് കാര്യത്തിലാണ് ഈ BTH വരേണ്ടത്? അപ്പം നിങ്ങൾ പാടിയാൽ ഇവിടെ ഒന്ന് 2-3 പാട്ട് പാടിയാൽ അത് കേൾക്കാൻ പോണ ആരൊക്കെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ആരൊക്കെയാണ് കേൾക്കാൻ പോണത്? പ്രിയദർശൻ ഉണ്ടാവും, പിന്നെ മോഹൻലാൽ ഉണ്ടാവും, പിന്നെ അതിനോട് ബന്ധപ്പെട്ട് വേറെ ആരെങ്കിലൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിച്ചു. പിന്നെ ഇത് പ്രിയദർശൻ്റെ മോഹൻലാലിൻ്റെ മുമ്പ് പാടാനോ, ഞാൻ വരാം എന്ന് പറഞ്ഞു. അപ്പോഴും എനിക്ക് ഹാർമോണിയം കൊടുക്കണമെന്നാ, അല്ല ടേപ്പ് റെക്കോർഡർ വേണമെന്നാ, അങ്ങനെ ഒന്നുമില്ല, വെറുതെ വിളിക്കല്ലേ. അതുകൊണ്ട് ഞാനവിടെ ചെന്ന് സ്കൂട്ടർ മാറ്റി വെച്ചപ്പോഴത്തേക്കും തൊട്ട് പുറകിൽ ഓട്ടോറിക്ഷയിൽ പ്രിയദർശൻ വന്നി. അപ്പം ഞാനെന്നാലും എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല. ഇടക്കിടക്ക് 2-3 പ്രാവശ്യം വന്ന് കൈയൊക്കെ തന്നിട്ട് പറഞ്ഞ് നമുക്ക് പറ്റിയൊരു പടം ഉണ്ടെങ്കിൽ കൂടാൻ കേട്ടാന്നൊക്കെ പറഞ്ഞ്. പുള്ള മനസ്സിൽ ഇതായിരുന്നു പടം എന്നുള്ള എനിക്കറിയാൻ പാടില്ല. ഞാൻ നേരെ BTHയിൽ ഇദ്ദേഹം ശ്രീകുട്ടൻ പറഞ്ഞ റൂമിലേക്ക് റൂമിൽ ചെന്നിട്ട് പറഞ്ഞു, ഇതേ പ്രിയദർശൻ താഴത്തെ ഒരു ഓട്ടോറിക്ഷയിൽ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. അദ്ദേഹം തിരുവനന്തപുരത്തേറ്റ വന്നേക്കാണ്, ഇതാണ് അത് BTHയിൽ റൂം പുള്ളിയാണ് പറഞ്ഞേക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു. ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ പ്രിയൻ വന്നിട്ട് പറഞ്ഞു, വേണി വന്നാ. അപ്പോൾ ഹാർമോണിയം ടേപ്പ് റെക്കോർഡറും ഒന്നും കാസറ്റൊന്നും ഇല്ലേ, ബ്ലാങ്ക് കാസറ്റ്, അപ്പോൾ പാടനൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞു. ഞാൻ എന്നോടൊന്നും പറഞ്ഞൊന്നുമില്ല. അന്ന് ശ്രീകുട്ട ഒരു ടാക്സി പിടിച്ച് നിങ്ങൾ 2 കൂടി പോയിട്ട് ഇതൊക്കെ റെഡിയാക്കൊണ്ട് വന്നു. വീട്ടിൽ വന്നപ്പോഴത്തേക്കും ചേട്ടനില്ല, ചേട്ടൻ KSRTC പോയി കഴിഞ്ഞു, എന്നെ വിളിച്ചാൽ കിട്ടാനില്ല. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് പുള്ളിയുടെ ജോലി, ആലുവ ഗാരേജിൽ. ഞാൻ പറഞ്ഞു ഞാൻ പോയി എടുത്തുകൊണ്ട് വരാമെന്ന് പറഞ്ഞ് വീട്ടിൽ പോയി. ഇതിനു മുമ്പുള്ളൊരു ചെറിയൊരു ഹാർമോണിയം ഉണ്ട്, ആ ഹാർമോണിയം അതേപോലെ ടേപ്പ് റെക്കോർഡറും ഒക്കെ എടുത്ത് പുറത്ത് പോയി ഒരു ബ്ലാങ്ക് കാസറ്റ് 2 മേടിച്ച് വന്നു. എന്നിട്ട് അതൊക്കെ ഓൺ ചെയ്ത് വെക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് പുള്ളി ഇങ്ങനെ വെറുതെ ഒരു തമാശക്കെന്ന് പറഞ്ഞ പോലെയാണ് ആ കഥ പറയുന്നത്. കഥയെ മൊത്തത്തിൽ പറഞ്ഞില്ല, നിലാപ്പൊങ്കലിൻ്റെ സന്ദർഭം പറഞ്ഞ സമയത്ത് എനിക്കൊരു ഓർമ്മയില്ല. ഞാനൊരു ആ സിനിമ തേന്മാകുമ്പത് കാണുന്നതാണ്. തേന്മാകുമ്പത് പേരൊന്നും ഇല്ല, വെറുതെ ശരിക്കും എനിക്ക് മനസ്സിലത് ഇങ്ങനെ വന്ന്. എന്നിട്ട് പറഞ്ഞ് ഈ ഒരു സിറ്റുവേഷന് എനിക്ക് കേരള ഫോക്ക് വേണ്ട, കേരള കർണാടകയാണ്, അപ്പം മലയാളം വിട്ടുള്ള ഒരു ഫോക്ക് ട്യൂൺ വെറുതെ ഒന്ന് പാടിക്കുമെന്ന് പറഞ്ഞു. അപ്പം അറിയാതെ വന്നൊരു ട്യൂണാണ് ഒരു പല്ലവി. തരിരാരിരാരേ തരിരാരിരേ തരിരാരിരേ താരേ.
അത് മൊത്തത്തിൽ അങ്ങോട്ട് ഒറ്റയടിക്കാണ് പാടി, ഉം. കണ്ണടച്ചാ പാടണത്. അപ്പ ശ്രീകുട്ടൻ ഓ ഓ ഓ പാടിക്കൊണ്ടിരിക്കുന്നു. ഓ ഇതൊക്കെ റെക്കോർഡ് ചെയ്യാണ്. ആ. ഒരു പല്ലവ് പാടി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ കണ്ണുറന്നു. ഇത് ട്യൂൺ എങ്ങനെയുണ്ട്? ട്യൂൺ അസലായിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് പല്ലവിക്ക് വേണ്ട, ചരണത്തിന് മതി. ഓ എൻ്റെ അമ്മ, ഞാൻ അങ്ങനെയൊന്നും ശീലിച്ചിട്ടില്ല. പല്ലവി ഇങ്ങനെ താഴ്ത്തു തുടങ്ങി ചരണം വരുമ്പോഴത്തേക്കും ഉയർന്നു പോകുന്നതാണ് നമ്മുടെ ഒരു സാധാരണ ക്ലാസിക്കലിലാണെങ്കിലും സാധാരണ കേൾക്കുന്നൊരു സമ്പ്രദായം. ഇവിടെ സാധാരണ കേൾക്കണമെന്ന് ഇവിടെ വേണ്ട. സിനിമ എന്ന് പറഞ്ഞാൽ ഒരു പ്രാവശ്യം ഒന്ന് കേട്ടാൽ അടുത്ത സിനിമയിൽ വേറെ കേൾക്കണം. പുതിയ വന്നോട്ടെ. അപ്പോൾ ഇത് ചരണം പല്ലവി നിങ്ങൾ വേറെ ടൈപ്പ് ഉണ്ടാക്കും എന്ന് പറഞ്ഞു. പിന്നെ ഇങ്ങനെ അപ്പോൾ പുള്ളി ഇങ്ങനെ ശ്രീകുട്ടൻ നിർത്താണ്ട് ഓഹോ ഓഹോ പാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അപ്പൊ താളം കിട്ടുന്നുണ്ട്. അപ്പോഴാണ് തനാനീന താനീനേ, ഈ പിച്ചായിരുന്നില്ല, തനാനീന താനേന, നമ്മുടെ നോർമൽ പിച്ച് അതാണ്. അപ്പൊ പാടി റെക്കോർഡ് ചെയ്യുമ്പോഴത്തേക്കും പുള്ളിക്ക് സന്തോഷമായി. ഇതൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് പുള്ളി പറഞ്ഞു ഇതിനി ആര് പാടും? നമ്മുടെ പാട്ടുകാരത്തിൽ നിന്ന് പറഞ്ഞാൽ ചിത്രയും സുജാതയൊക്കെയാണല്ലോ, അത് വേണ്ട, സ്പെഷ്യൽ ശബ്ദം വേണം. നമ്മുടെ സ്പെഷ്യൽ ശബ്ദം ഏതാ? ഞാൻ ഒരു ശബ്ദം കേൾപ്പിച്ചു തന്നാൽ നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുമോ? കേൾപ്പിച്ചപ്പോഴത്തേക്കും ഒരു കാസറ്റിൽ 10 പാട്ട് ഈ ശുഭ പാടിയേക്കും. കേൾപ്പിച്ചു തന്നു. 2 കേൾപ്പിച്ചപ്പോൾ പറഞ്ഞു ഇത് നല്ലതാണ്, നല്ല രസമുണ്ട്, പക്ഷേ ഇതിൻ്റെ ബേസാണ് റേഞ്ച് എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാ? ഈ ബേസ് ഈ റേഞ്ചിൽ ഈ പാട്ട് പാടിയാൽ കുഴപ്പമുണ്ടോ? അങ്ങനെയൊന്നുമില്ല. എന്നാൽ പിന്നെ ഇതങ്ങോട്ട് ഫിക്സ് ആയി. അപ്പോൾ അങ്ങനെ, പക്ഷേ പുള്ളിക്കാരത്തേക്ക് മലയാളം അറിയാൻ പാടില്ല, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. നമുക്ക് മലയാളം അത്ര വലിയ ശുദ്ധമായ മലയാളം ഒന്നും വേണ്ട എന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞ് സമാധാനമായി. അപ്പം എന്ന് ചേട്ടൻ്റെ റെക്കോർഡിങ് വന്നു. റെക്കോർഡിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറുത്തപ്പെണ്ണെ ആ മീഡിയ ആർട്ടിസ്റ്റ് സ്റ്റുഡിയോ മൊത്തം ആർട്ടിസ്റ്റുകളായിരുന്നു. വയലിൻകാരെ കൊണ്ട് തന്നെ ആ നിറഞ്ഞ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തുകൽ വാദ്യക്കാർ അല്ലാത്ത ആൾക്കാർ, പിന്നെ ഇലക്ട്രോണിക് ആൾക്കാർ, ഫ്ലൂട്ട്, ബാൻജോ, മാൻലിൻ, ഇതെല്ലാം കൂടി കൊണ്ടിട്ട് അങ്ങോട്ട് ഷെഹനായി, ഇതെല്ലാം കൂടെ നിറഞ്ഞിരിക്കുകയാണ് ഓർക്കസ്ട്ര. 10-75 ആൾക്കാരുണ്ടായിരുന്നു ടോട്ടൽ. ഇത് കഴിഞ്ഞിട്ട് അവരൊക്കെ തൂത്തു വാരി കാശും പിടിച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ആകെ ഒരു 3 പേരുണ്ട്. കീബോർഡിൽ വെറുതെ ശ്രുതി മാത്രം പിടിക്കാൻ, അത് അകത്തോട്ട് കയറിയില്ല. ശ്രുതി ഇട്ടേക്കണ ടോണോ എന്ന് പറഞ്ഞാൽ നന്ദുണി, നാരദനൊക്കെ വായിച്ചു നടക്കുന്ന സാധനം അതാണ് ടോണോ. പിന്നെ ഒരു ഫ്ലൂട്ടിൻ്റെ ഫാമിലിയിലൊരു സാധനം റെക്കോർഡർ. ഇത് രണ്ടും ഉള്ളു, വെറുതെ വിജനമായിട്ട് കിടക്കണം. ശുഭ ഇങ്ങോട്ട് വന്നു. ശുഭ വന്ന് ഞങ്ങൾ പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ലൊരു മൂഡ്, ഈ പാട്ടിൻ്റെ ആ മൂഡ് അവിടെ അപ്പം തന്നെ കിട്ടി. അപ്പോൾ പ്രിയൻ പറഞ്ഞ് ഇനി നിങ്ങൾ ഇതിന്ന് അണുവിടെ വ്യത്യാസം വരുത്തില്ല, ഇവിടെ ഇരുന്ന് ഞങ്ങൾ പാടിയാൽ മതി, എനിക്ക് കിട്ടണ മൂഡ് മതി, കിട്ടണ ക്വാളിറ്റി മതി. നിങ്ങൾ ഇനി ബൂത്തിൽ പോയി ഹലോ ടെസ്റ്റ് മൈക്ക് ഇതൊന്നും വേണ്ട എന്ന് പറഞ്ഞു, ഒറ്റ മൈക്കിൽ പാടിയാൽ മതി, പണ്ടത്തെ റെക്കോർഡിങ് പോലെ. പക്ഷെ എനിക്ക് ഈ ഫീലാണ് വേണ്ടതെന്ന് പറഞ്ഞു. ശരി അങ്ങനെ ആകാന്ന് പറഞ്ഞാൽ അപ്പം തന്നെ എടുത്ത് ശുഭ അവിടെ ഇരുന്ന് അങ്ങ് പാടി. പാടി കഴിഞ്ഞപ്പോഴത്തേക്കും പുറത്ത് ചേട്ടന് തൃപ്തിയായില്ല ശുഭ ആദ്യം പാടിയത്. എന്നുണ്ടെങ്കിൽ നിള പൊങ്കലായല്ലോ ഇങ്ങനെയൊക്കെയാണല്ലോ പാടുന്നത്, അവർക്കറിയില്ല. പാഴഴി നീ എന്നൊക്കെ പറയും. അപ്പോൾ ചേട്ടൻ എന്ത് ചെയ്തു? ചേട്ടൻ കുറച്ചും കൂടി ഈ സാഹിത്യത്തിൻ്റെ ആളും കുറച്ചൊക്കെ എഴുതുകയും ചെയ്യും. അപ്പോൾ നില പൊങ്കലായേലോ പാടടി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും തന്നെ പഠിപ്പിച്ച് അപ്പോൾ ശ്രീയൻ ഉടനെ തന്നെ ഓക്കെ ടേക്ക് എന്ന് പറഞ്ഞ പുള്ളി അങ്ങോട്ട് പോവുകയും ചെയ്തു. രണ്ടാമത് ഈ ചേട്ടൻ്റെ ബൂത്തിൽ പുള്ളിക്കാരത്തിനെ കയറ്റി, എന്നിട്ട് ഓരോ ലൈൻ ഇങ്ങനെ കറക്റ്റ് ചെയ്യണം. ഒരു 4 വരി കറക്റ്റ് ചെയ്തപ്പോഴത്തേക്കും പ്രിയൻ ഇത് കേട്ടിട്ട് ഓടിക്കണമെന്ന്. ഇങ്ങനേഴ്സ് താനെന്താ ചെയ്യണത്? അതെ, മലയാളം ശരിക്കും മനസ്സിലാവില്ല, നമുക്ക് ഇത്രയും മലയാളം മതി. അത് കർണാടക ബോർഡർ ഏരിയയിലാണ്, അവിടെ ഉള്ള ആർക്കൊന്നും മലയാളം അറിയാൻ പാടില്ല. അപ്പൊ ഈ ഒരു മലയാളം അല്ലാത്ത മലയാളമാണ് നമുക്ക് ആവശ്യം, ഈ പഴയത് തന്നെ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പക്ഷെ അത് ആ ബൂത്തിൽ എന്തായാലും ടോൺ തൊട്ടും നല്ലതായിരുന്നു. എൻ്റെ പേരിൽ ഒന്നും കൂടിയൊക്കെ പഠിച്ചെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ പഴയത് തന്നെ എടുത്താന്ന് എനിക്കറിയില്ല. അതാണ് അവിടുത്തെ. അപ്പൊ അതിലൊരു അത്യാവശ്യം പുള്ളിക്ക് വേണ്ടത് മൂഡാണ്. ചില പാട്ടുകൾ വരുമ്പോൾ അങ്ങനെയാണ്, ടെക്നിക്കൽ പെർഫെക്ഷനേക്കാൾ അത്യാവശ്യം മ്യൂസിക്കൽ പെർഫെക്ഷനാണ്. പണ്ടത്തെ എല്ലാ പാട്ടിനും ഉണ്ടായിരുന്ന ഒരു പെർഫെക്ഷനാണ് മ്യൂസിക്കൽ പെർഫെക്ഷൻ. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു ഹൃദയത്തിൽ നിന്ന് വരുന്ന ഒരു മ്യൂസിക്കായിരുന്നു, ആത്മാവായിരുന്നു. ഈവൺ ഒരു ബെല്ല് വായിക്കണതിന് വരെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചില മെലഡി പാത്തോസ് ഒക്കെ പാട്ടൊക്കെ റെക്കോർഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നല്ല മെലഡീസ് പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ ഒരു ബെല്ല് വായിക്കണം, ടിങ് ട്രയാങ്കിൾ ഒക്കെ ഉണ്ടല്ലോ, വായിക്കുമ്പോൾ അവന്റെ ഉള്ളിൽ നിന്ന് വരെ ഒരു മെലഡി വരുന്ന പോലെ നമുക്ക് തോന്നും. അങ്ങനെ എല്ലാവരും അങ്ങനെ അത് ലയിച്ച് കാലത്ത് ഒരു വൈകുന്നേരം വരെ ഇത് തന്നെയാണല്ലോ കേൾക്കണേ. അപ്പോൾ അത് അവസാനത്തെ ടേക്കിന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ഇൻവോൾവ് ആയിരിക്കും. അത് കഴിഞ്ഞ് രാത്രി കിടന്നുറങ്ങുമ്പോഴും ഈ പാട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഇപ്പൊ അതൊക്കെ പോയി, ടെക്നിക്കലി ഗംഭീരമായി. അതെ, അതുകൊണ്ടാണ് ഒരുപക്ഷെ ഇപ്പോഴും നമ്മൾ ഓർക്കുന്നത് മഴക്കോള് കണ്ടാൽ മതിക്കും ഈ നാട്ടിൽ എന്ന വരിയൊക്കെ നമ്മൾ ഇപ്പോഴും ഓർക്കുന്നത്. 32 വർഷമായി. അതെ, 30 വർഷത്തിൽ കൂടുതലായി. അതേപോലെ ഈ സിംപ്ലിസിറ്റി നമ്മൾ സംസാരിച്ചതുപോലെ അമ്മുമ്മക്കിളിക്ക് ഒരു സിംപ്ലിസിറ്റി ഉണ്ട്. ഈ സിംപ്ലിസിറ്റിയിൽ പക്ഷെ ഹിറ്റാവുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ള പരിപാടിയാണ്. ഇത് ഹിറ്റാക്കി എടുക്കാണ്. പക്ഷെ അതിൽ പാട്ടുകളൊക്കെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സോങ് ഉണ്ട്. അതിന്റെ മെയിൻ ക്ലൈമാക്സ് എന്ന് പറയുന്നത് തന്നെ അങ്ങനെ ഒരു ബൂസ്റ്റ് ചെയ്ത സോങ് ആണ്. പക്ഷെ സിമ്പിൾ പാട്ടുകൾ
അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചന്ദ്രലേഖ ശരിക്കും സൂപ്പർ ഹിറ്റ് ആകുന്നതിൽ പാട്ടുകൾക്കൊരു പ്രധാനപ്പെട്ട ബലമുണ്ട്. അതിൻ്റെ ഒരു ബലത്തിലാണ് അത് കയറിയിരിക്കുന്നത്. അപ്പോൾ ആ ക്ലൈമാക്സ് സോങ് എന്ന് പറയുന്നത് അത് പാട്ടായിട്ടല്ല ചെയ്തേക്കണം, സത്യത്തിൽ അതൊരു സിറ്റുവേഷൻ ആണ്, റീ റെക്കോർഡിങ്ങിന് വേണ്ടി ചെയ്തതാണ്. അതെ അതെ അതെ. പക്ഷെ അത് ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്. അമ്മമ്മക്കള് ഞങ്ങൾ എത്രയോ പാട്ട് ചെയ്യുന്നറിയാം. ചെയ്തൊരു ചിലപ്പോൾ പുള്ളി വൈകുന്നേരം വരെ കേട്ടൊരു പാട്ട് കഴിയുമ്പോൾ ഇത് കൊള്ളാം, ഇത് വെച്ചെന്ന് പറഞ്ഞിട്ട് ദിവസം രാവിലെ വേറെ പാട്ട് കഴിയുമ്പോഴാണ് ഇന്നലത്തെ പാട്ട് ക്യാൻസൽ എന്ന് പറയും. അങ്ങനെ ഒരുപാട് പണിയെടുപ്പിച്ചിട്ടുണ്ട്. അത് ഏറ്റവും സിമ്പിള്. അതെ. പക്ഷെ അതിനകത്ത് കാണാക്കുയിലേ നിന്നെ പോലെ ഇതൊക്കെ സാധാരണ വരാത്ത സാധനമാണ്. അതൊക്കെ പുള്ളി ഞങ്ങളെ കൊണ്ട് ബലമായിട്ട് പിടിച്ച് വരുത്തിച്ചാണ്. എനിക്കത് തന്നെ വേണം എന്ന് പറഞ്ഞത്. മലയാളത്തിൽ വരാത്ത ടൈപ്പ് ഒരു പ്രയോഗങ്ങളൊക്കെയാണ് എൻ്റെ അതുള്ളത്. അമ്മുമ്മക്കിളി വായാടി അല്ലിപ്പൂമ്പുഴ താന്തോന്നി അമ്മാനം കടവത്തെ അണ്ണാർ കണ്ണൻ അഹങ്കാരി കാണാക്കുയിലെ നിന്നെപ്പോലെ കന്നിനിലാവോ ചിങ്കാരി അതിലിഷ്ടം കൂടാൻ ചങ്ങാലി. അമ്മു എന്നുള്ള പേരിൽ തുടങ്ങണം. അമ്മുമ്മക്കിളി. അതെ, അമ്മുമ്മ മസ്റ്റായിട്ടും വേണമെന്ന് പറഞ്ഞു. അമ്മുമ്മക്കിളി വായാടി അത് പ്രിയൻ തന്നെ കൊടുത്ത് അമ്മുമ്മക്കിളി വായാടി വേണം. പിന്നെ വേറെ വരികളൊക്കെ എഴുതിയൊക്കെ പുള്ളി വെട്ടി. പക്ഷെ അമ്മുമ്മക്കിളി വായാടി വെച്ചിട്ട് ആ കണക്ഷനിൽ എഴുതാൻ പറ്റണ്ടേ ഈ ട്യൂണിൽ. ആ പുള്ളിയും കുറെ കഷ്ടപ്പെട്ട് അവസാനം റെഡിയായി. മറ്റേ ഒന്നാം വട്ടം കണ്ടപ്പോൾ ട്യൂണൊക്കെ റെഡിയായി. അതാദ്യം പറ്റില്ല എന്ന് പറഞ്ഞാണ്. പക്ഷെ ഒന്നാം വട്ടം, രണ്ടാം വട്ടം, മൂന്നാം വട്ടം എന്ന് പറഞ്ഞ് ഞങ്ങൾ പാടിക്കൊടുത്ത്. അപ്പൊ ഇത് കൊള്ളല്ല. അങ്ങനെയാണ് ആ പാട്ടിന് സിറ്റുവേഷൻ ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് നേരത്തെ ചേട്ടൻ പറഞ്ഞത് ഇതിന് സിറ്റുവേഷൻ, ഈ പാട്ടിന് സിറ്റുവേഷൻ ഇല്ലെന്നല്ല പറഞ്ഞു. ഇത്ര നല്ല പാട്ട് വന്നപ്പോൾ ഞാൻ സിറ്റുവേഷൻ ഉണ്ടാക്കൂലേ. പുള്ളി ഒരു സിറ്റുവേഷൻ അവിടെ കണക്ട് ചെയ്യണ ചെയ്ത്. അങ്ങനെ പാട്ട് വെച്ചിട്ട് കണക്ട് ചെയ്ത് സിറ്റുവേഷൻ ഉണ്ടാക്കുമായിരുന്നു. ഈ ചന്ദ്രലേഖ ചെയ്യുമ്പോൾ ഞങ്ങളോട് ഒരു സിറ്റുവേഷനും പറഞ്ഞില്ല. കാര്യം പറഞ്ഞാൽ ഇന്ന മാതിരിയാണ് അത്. വെട്ടത്തിനും അതെ, നിങ്ങൾ ഉണ്ടാക്ക്, അത് വെച്ചിട്ട് ഞാൻ വർക്ക് ചെയ്യാന്ന് പറയും. അങ്ങനെ വർക്ക് ചെയ്യും. ഒരു പാട്ട് കേട്ടാൽ പുള്ളിക്ക് കഥ വരും. അതിൻ്റെ അകത്ത് ഈ പല്ലവി അനുപല്ലവി കഴിഞ്ഞിട്ട് പറഞ്ഞ് BGM എന്താ പ്ലാൻ ചെയ്യണമെന്ന് പറഞ്ഞു. BGM അപ്പോൾ നമ്മൾ സാധാരണ നോർമൽ BGM മാൻലിനും വയലിനും ഇതൊക്കെ അല്ലേ നമ്മളെ. അപ്പോൾ പറഞ്ഞു ജിബ്രിഷ് ഉണ്ടാക്കാൻ പറഞ്ഞു. അപ്പം ജിബ്രിഷ് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഒരു വാക്കാണ്. ഇതെങ്ങനെയാണ് ഈ ജിബ്രിഷ്, എന്താണ് ഈ ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ ജിബ്രിഷ് എന്ന് പറഞ്ഞാൽ കള്ള വാക്ക് വെച്ചിട്ട് ഒരു ഭാഷയാണെന്ന് തോന്നത്ത വിധത്തിൽ ഒരു ഭാഷ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ അകത്തൊരു ട്യൂൺ ഉണ്ടാകുന്ന പറഞ്ഞു. അപ്പോൾ ഗിരീഷ് നീ ഉണ്ടാക്കടാ എന്ന് പറഞ്ഞു. പുള്ളിക്ക് ജിബ്രീഷും മറ്റിലും ഒന്നും പണിയില്ല. പുള്ളി ഉണ്ടാക്കി വരുമ്പോൾ മലയാളമായി പോകും. അവസാനം പറഞ്ഞ് ഞാൻ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാണ് കൊന്നരി കൊന്നരി കൊനാരി ഒറ്റടിക്കാൻ ഉണ്ടാക്കി പറഞ്ഞാൽ ഞങ്ങൾ ട്യൂൺ ചെയ്ത്. പക്ഷെ അത് ആൾക്കാർ കരുതണം ഇതൊരു ഭാഷയാണെന്ന് കരുതി വളരെ ശ്രദ്ധിച്ചൊക്കെ പാടും. ഒത്തിരി തെറ്റിപ്പോയാലും കുഴപ്പമൊന്നുമില്ല, എല്ലാം ജിബ്രീഷ് അല്ലേ, അർത്ഥമില്ല അതിന്, ഒരു ഭാഷയല്ല. പക്ഷെ ജിബ്രീഷ് എന്ന് പറഞ്ഞാൽ എല്ലായിടത്തും ഉണ്ട്, എല്ലാ ലോകത്തിലെ എല്ലാ ഭാഷയിലും ജിബ്രീഷ് ഉണ്ട്. അപ്പം അത് ഒരു അർത്ഥമുള്ള ഭാഷയാണെന്ന് തോന്നത്തക്ക വിധത്തിലുള്ള പദങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക കഴിവ്. സാർ, ഈ ജിബ്രിഷിനെ കുറിച്ച് പറഞ്ഞതുപോലെ പുലിവാൽ കല്യാണത്തിൽ സിമ്മ 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 ഒരു സാധനം കൊടുത്തില്ലേ, സിസിലി സിലിസി, അങ്ങനെ ഒരു സാധനം. അത് എങ്ങനെയാണെന്ന് സാർ പറഞ്ഞത്? അത് സത്യം പറഞ്ഞാൽ അത് ഷാഫി ഭയങ്കര കമ്പ്യൂട്ടർ ബ്രെയിനാണ്. പാട്ട് ഒരു ട്യൂൺ കേട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഓർമ്മ വെക്കും. പുലിവാൽ കല്യാണം എന്നുള്ള വർക്ക് ഞങ്ങൾക്ക് കിട്ടാൻ തന്നെ കാരണം ഷാഫിയുടെ ഒരു ഭയങ്കരമായ മെമ്മറിയാണ്. കല്യാണരാമൻ സക്സസ് ബമ്പർ ഹിറ്റായി ഒരു കുറേ നാൾ കഴിഞ്ഞപ്പോഴത്തേക്കും, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്കും ഷാഫി, അന്ന് നമുക്കൊന്നും സ്വന്തം ഫോണില്ലെന്ന് പറഞ്ഞു, പുറത്തെ പോയിട്ടുള്ള ഒരു PP ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞ് വേണി നിങ്ങളാണ് ഇനി അടുത്ത എൻ്റെ സിനിമ ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു. അതിലൊരു പാട്ട് നിങ്ങൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഇത് പാട്ട് എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ ട്യൂണ്ട് താനീന നാനീ താനീന നാനീ താനീന തന്നാനി താനീനാനി. ആര് പറഞ്ഞു ഇതിൻ്റെ ട്യൂൺ? ഫോണിലൂടെ പുള്ളി മൂളികൾ കേൾപ്പിച്ചു. ഞാൻ പറഞ്ഞു ഇത് ഏത് ട്യൂൺ? നിങ്ങൾ രണ്ടും കൂടി ഇട്ട ട്യൂണാണിത്. ഏതോ ഒരു സിറ്റുവേഷന് വേണ്ടി ആദ്യം ഈ ട്യൂൺ ഇട്ട്, അപ്പോൾ പറഞ്ഞ് ഈ സിറ്റുവേഷൻ ചേരൂല എന്ന് പറഞ്ഞിട്ടാണ് വേറെ ഒരു ട്യൂൺ ഇട്ടത് എന്ന് പറയും. പക്ഷേ ഈ ട്യൂൺ അടുത്ത എൻ്റെ പടത്തിൽ ചേരും, കറക്റ്റ് ആയിരിക്കും. അതുകൊണ്ട് ഈ പാട്ട് മാറ്റി വെച്ചേക്ക്. ഈ പാട്ടിനൊരു കൂടി എന്നുണ്ടെങ്കിൽ ഒരു ചരണം അന്ന് ചെയ്തില്ലായിരുന്നു. ഇത് സിറ്റുവേഷൻ ചേരൂലെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ കല്യാണരാമനിൽ മുന്നോട്ട് പോയില്ല, പല്ലേ മാത്രം ഇട്ടുള്ളത്. അതിന് പറ്റിയൊരു ചരണം കൂടി ഇട്ടിട്ട് അത് കേൾപ്പിച്ചോ, പക്ഷെ നമ്മളാണ് ചെയ്യാൻ പോണത് എന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്ക് കുറേ ആഗ്രഹങ്ങൾ ഈ ഇങ്ങനെയുള്ള BGMസിൻ്റെ ഇടയിൽ ചുച്ചു ചുമ്മാ ചിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കുറേ വരണം കേൾക്കാൻ നല്ല സുഖമുള്ള, എന്നാൽ അർത്ഥമില്ലാത്ത കുറേ പദങ്ങൾ നിങ്ങൾ കണ്ടുപിടിച്ച് എടുത്തരണം എന്ന് പറഞ്ഞു. അപ്പോൾ ഏതാണ്ട് ഈസ്റ്റർ കാലഘട്ടമാണ്. അപ്പോൾ പല്ലവി ഒക്കെ റെഡി, ചരണവും റെഡി, അതിൻ്റെ ട്യൂണും കൈതപ്രവിട്ട അല്ല ലിറിക്കും എഴുതിയിട്ടുണ്ട്. ഇനി ഈസ്റ്റർ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം മുതൽ ഇതെല്ലാ പാട്ടിൻ്റെ ഓർക്കസ്ട്ര ഉണ്ടാക്കണം.
അപ്പോൾ ഈസ്റ്റർ എന്ന് പറഞ്ഞാൽ ദുഃഖവേഴും ദുഃഖവെള്ളിയൊക്കെ നമ്മൾ സംഗീതവും കാര്യങ്ങളൊക്കെ തലേന്ന് കളഞ്ഞിട്ട് മൊത്തം ഭക്തിയൊക്കെയാണല്ലോ. ഞാനിങ്ങനെ കിടക്കാൻ നേരത്തൊക്കെ ഇങ്ങനെ എന്താണ് ഞാൻ കൊടുക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ചേട്ടനോ അതെ അങ്ങനെ വന്ന ട്യൂണാണ് സിസിലി സിസിലി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊരു പ്രത്യേകതയുണ്ട്. അതിലും ഞങ്ങൾ മറ്റേ ആ രാഗം പിടിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ട്യൂണെങ്കിലും ശരിക്കും ഈ രാഗം പ്രാണസഖി പ്രാണസഖി നല്ല സിന്ധു ഭൈരവി സിന്ധു ഭൈരവി രാഗരസം. ഇതാണ് നമ്മുടെ കൺവെൻഷണൽ ഈ രാഗത്തിന്റെ ട്യൂൺ. നല്ല സോഫ്റ്റ് ആയിട്ട് ഭക്തിരസമോ അല്ലെങ്കിൽ വളരെ സോബറായിട്ടുള്ള റൊമാൻറ്റിക് മെലഡികൾ, പതിഞ്ഞു കിടക്കുന്ന മെലഡികളൊക്കെയാണ് നമ്മുടെ മനസ്സിൽ കേട്ടേക്കുന്നത്. അതിനൊരു ഉൾട്ടയായിട്ടൊന്ന് ചിന്തിച്ചാണ് അപ്പൊ ആ രാഗത്തിൻ്റെതായിട്ടുള്ള സുഖം ഉണ്ടാകുകയും ചെയ്യും. തെച്ചിപ്പുകയൊക്കെ ചെയ്ത പോലെ തന്നെ അതങ്ങനെ ഇത് സക്സസ് ആയി. ജോസിനൊക്കെ കൂടുതൽ ജോസിന് അസറായിട്ട് പാടുകയും ചെയ്തു. ജോസിന് 2-3 ടോണിൽ പാടി, ബേസും ടോപ്പും ഒക്കെ പാടി. അതിൻ്റെ ഓർക്കസ്ട്ര ഞങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ബെന്നി ജോൺസണും കണ്ണൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ അവർ രണ്ടുപേരും ചെയ്തു. അവരുടെ അടുത്ത് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്താൽ ഇത് ഭദ്രമാണ്. ഓർക്കസ്ട്ര ഒരു ഐഡിയ അങ്ങ് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ ചെയ്തോളൂ. എല്ലാം കൂടി നമ്മളത്തേക്ക് നല്ല ഹരമായി, പിന്നെ നന്നായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് ആ പാട്ട് ഇത്രയും കയറി വരാൻ തുടങ്ങി. അപ്പോൾ ബേസിക്കലി എന്ന് പറഞ്ഞാൽ ആ ട്യൂണിൻ്റെ ഘടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ രാഗത്തിൻ്റെ ഒരു സത്ത അതിൻ്റെ അകത്തുണ്ട്. പിന്നെ നമ്മൾ മെലഡിയാൽ ചെയ്യുന്നു. എന്തായാലും ഒരു ജനകീയമായിരിക്കണം, അല്ലാണ്ട് നമ്മൾ കുറേ കസർത്ത് കാണിച്ചിട്ട് കാര്യമില്ല. കൈതപ്പുറം സാർ നന്നായിട്ട് എഴുതിയിട്ടുണ്ട്. ഗുജറാത്തി കാൽത്തള കെട്ടിയ മലയാളി പെണ്ണ്. അല്ല, അത് നമ്മളിങ്ങനെ ഷാഫി ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ഇന്ത്യന്മാരെ പഞ്ചാബി, ഗുജറാത്തി പോലെയുള്ള അങ്ങനെയുള്ള വാക്കുകൾ മലയാളത്തിൻ്റെതായിട്ടുള്ള കൾച്ചറൊക്കെ പിന്നെ മതി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിന് എന്ന് പറഞ്ഞാൽ ഈ ഗിരീഷിൻ്റെ കാര്യം പറഞ്ഞ പോലെ അതിനൊക്കെ അപ്പുറം പുള്ളിക്ക് വരും. ഇങ്ങനെ എത്രയോ വലിയൊരു മൾട്ടി ടാലൻറ്റഡ് പേഴ്സണാലിറ്റിയാണ്. ഞങ്ങൾക്കിനിപ്പോൾ അടുത്ത് വരാൻ പോണ ഒരു വടക്കൻ തേരോട്ടം എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ മകൻ താൻസനും കൂടി ആദ്യമായിട്ട് ചെയ്യുന്ന പടത്തിൻ്റെ ഒരു നല്ലൊരു മെലഡി സോങ് അദ്ദേഹം എഴുതിയത്. അതങ്ങോട്ട് ട്യൂൺ കൊടുത്തപ്പോൾ തന്നെ വന്നു കഴിഞ്ഞു. കൈതപ്പുറം ബേണി ഇഗ്നീഷ്യസിനെ കുറിച്ചൊരു പറയാനുണ്ട്. അതിനു മുമ്പ് ഞാൻ സിംപ്ലിസിറ്റി നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ BR പ്രസാദിൻ്റെ മഴത്തുള്ളികൾ പൊഴിഞ്ഞിടുമി നാടൻ വഴിയും, അതേപോലെ തന്നെ ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാം കിളിയെ ഓർത്തില്ല, അകലെ എന്ന് പറയുന്നത്. അതിൽ അകലെ 2-3 ശ്രമങ്ങളാണ് MG പാടിയിരിക്കുന്നത്. ആ അകലെ അത് അത്രയും ചിന്തിക്കാൻ കാരണം എന്താ? അകലെ അങ്ങനെ 2-3 വ്യത്യസ്തത വേണം. അതിൽ അകലേക്ക് മുമ്പ് ആ പാട്ടോടെ തീർന്നിട്ട് BG തുടങ്ങിക്കഴിഞ്ഞു. പക്ഷേ MG ശ്രീകുമാർ വികാരം അങ്ങോട്ട് കൊണ്ടിട്ട് അങ്ങോട്ട് നീട്ടി പോയതാണ്. സത്യം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞ് ഇത്രയും വേണ്ട, നമുക്ക് BG കയറിപ്പോയല്ല എന്ന് പറഞ്ഞു. പിന്നെ പറഞ്ഞ് നിർത്ത് നമുക്ക് BGയും അകലെയും കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കുന്നു നോക്കാം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും കുഴപ്പമില്ല, നല്ല സിങ്കായിട്ട് പോകുന്നുണ്ട്. അങ്ങനെയാണ് അത് വന്നത്. അകലെ പാകിനെ മോളിൽ പാടുമ്പോ പറഞ്ഞ വയലിന് താഴെ വരണുണ്ട്. അത് ശരിക്കും BG അവിടെ തുടങ്ങിക്കഴിഞ്ഞു. ഇതൊക്കെ പറഞ്ഞ പോലെ ഒരു നിമിത്തമാണ് അല്ലേ? അതിനൊരു രാഗത്തിന്റെ ഗുണമുണ്ട്. ശുദ്ധ സാരംഗ് എന്ന് പറഞ്ഞ ഒരു രാഗം. അതും ഈ ഇങ്ങനെ പഞ്ചിൽ വരേണ്ട രാഗമല്ല. ഒരു കാതിലോല ഞാൻ കണ്ടില്ല, തിരുതാളി വെച്ചതും കണ്ടില്ല, കളവാണിയാ കിളിയെ ഓർത്തില്ല, അകലെ ഈ നാടു റാണിയായി തോന്നിയില്ല, പുഴ തോഴി എന്ന പോൽ തോന്നിയില്ല, ഇതിരാലോല എന്നോർത്തില്ല, പനമ. ഇങ്ങനെ ഒരുപാട് എഴുതി വെച്ചിട്ടുണ്ട് BR പ്രസാദ്. അദ്ദേഹത്തിന് ഇങ്ങനെ പദസ്വാധീനവും വരികളൊക്കെ ഒരു പഞ്ഞവും ഇല്ലാത്ത ആളാണ്. നമുക്ക് പാടിയാൽ തീരില്ല, അത്രക്കധികം വലിയ പല്ലവിയാണത്. ഇതിങ്ങനെ വരാൻ കാര്യം എന്നുണ്ടെങ്കിൽ ഇതും ഇതുവരെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ രാഗം ശുദ്ധ സാരകം എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്ഥാനി രാഗമാണ്. ഇതിന് നമുക്ക് കിട്ടിയിരിക്കുന്ന പാട്ടുകൾ മുഴുവൻ മെലഡിയസ് സോങ്സ് ആണ്. വാതിൽ പിന്നെ ജഗത് സിംഗിന്റെ ഒരു പാട്ടുണ്ട്, ഒരു ഗസൽ. ദേരോഹരം ബസ്നെ വാലെ താനാനി നാനി നാന ദേരോഹരം ബസ്നെ വാലെ. ഇങ്ങനെ അങ്ങനെ പതിഞ്ഞ മെലഡിയസ് ആയിട്ടുള്ള സോങ് ആണ്. സിനിമയിലാകുമ്പോഴത്തേക്ക് ഇങ്ങനെ ആൾക്കാർക്ക് ഒരു ഓളം കൂടി വേണം. പതിഞ്ഞ് കിടന്നുണ്ടെങ്കിൽ ശരിയാവില്ല. ഈ ഇങ്ങനെ മെലഡിയസ് ആയിട്ടുള്ള രാഗങ്ങൾ എടുത്ത് ഒന്ന് പഞ്ചാക്കാനുള്ള ഒരു ശ്രമം ഞങ്ങൾ പണ്ട് പോലെ നടത്തിയിട്ടുണ്ട്. അതായത് ശിവരഞ്ജിനി പോലത്തെ ശോകരാഗങ്ങൾ, അതുപോലെ വേറെയും പല റെയർ രാഗങ്ങളൊക്കെ എടുത്തിട്ട്
പക്ഷെ അതൊന്നും പുറത്തേക്ക് വന്നില്ല. ഉം. ഈ ഒരു വളരെ ശോകരാഗോർണമുണ്ട് ശുഭബന്ധുരാളി. സരിഗമ പദനി സാനിദ പമഗരി ഹൃദയത്തിൻ രോമാഞ്ചം രാഘവൻ പാട്ടിന്റെ പാടിയൊരു പാട്ട്. ഉം. രാമകഥ ശോകത്തിന്റെ കുത്തിയിരിക്കണ രാഗമാണ്. പക്ഷെ അതിൻ്റെ അകത്തൊക്കെ ചിന്ത പറഞ്ഞിട്ട് മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കും. അപ്പൊ ശോകത്തിൻ്റെതായിട്ടുള്ള രസോടെ അവിടെ ഉള്ളിൽ കിടക്കുകയും ചെയ്യും. എന്നാൽ നമുക്കൊരു പഞ്ച് കിട്ടുമ്പോഴത്തേക്കും എന്തോ ഒരു കൊളുത്തിപ്പിടുത്തം. ഉം. ശോകം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യന്റെ ജനിച്ചു വരുന്ന ജീവിണ് തന്നെ കരഞ്ഞുണ്ടാ, മരണം വരെ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൻ ചിരിക്കുമെങ്കിലും ബാക്കിയുള്ളവർ കരയും. ഉം. അപ്പൊ കരച്ചിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ മനുഷ്യ ജീവിതത്തിന്റെ ഒരു സ്ഥായിയായ ഭാവമാണ്. ഉം. അപ്പൊ അതിന്റെ ഒരു അംശം എടുത്തുകൊണ്ട് നമ്മൾ അതിനെ ഹാപ്പി ആക്കിയാലും എന്തോ ഒരു സാധനം കൊളുത്തി പിടിക്കണമെന്ന് നമുക്ക് തോന്നും. ഇത് ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു അനുഭവമാണ്. ഉം. പ്രത്യേകിച്ച് ഭക്തിഗാനങ്ങളൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു പാത്തോസിന്റെ അംശം അതിൻ്റെ അകത്ത് കൊടുക്കും. ഉം. ഉം. മനഃപൂർവ്വം കൊടുക്കുമ്പോഴത്തേക്ക് അത് എന്തോ ഒരു മനസ്സിനെ അങ്ങനെ വലിച്ചിങ്ങനെ എടുക്കണ പോലെ തോന്നാറുണ്ട്.